ഹലോ എവരി വൺ, ഇറ്റ്സ് മീ ഷാദിൽ വിപി. വെൽക്കം ബാക്ക് ടു മാത്സഡോ. നിങ്ങളുടെ സ്വന്തം മാത്സഡോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. സോ നമ്മുടെ ഈ ഒരു അധ്യയന വർഷത്തിലെ അവസാനത്തെ ക്ലാസ്സുകളാണ് പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ്, അഥവാ നിങ്ങൾ എല്ലാവരും പേടിക്കുന്ന തെളിയിക്കാനുള്ള ക്വസ്റ്റ്യൻസുമായിട്ടാണ്. ഒരു 10-20ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പല മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്നും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്നും, അതേപോലെ തന്നെ ഈ വർഷം വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ, ഇതേപോലെയുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് സോർട്ട് ചെയ്തിട്ടുള്ള ഒരു 20ഓളം പ്രൂഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത്. അപ്പൊ നമ്മൾ മോഡൽ എക്സാമിന് ഇതേപോലെ തന്നെ ഇതിന് മുന്നേ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസും 75+ യുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നാണ് മോഡൽ എക്സാമിനുള്ള മിക്ക ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുള്ളത്. അപ്പൊ മക്കൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മാത്സഡോയുടെ യൂട്യൂബ് ചാനലിൽ പ്ലേ ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ SLC മാത്സ് 2026 എന്ന് പറഞ്ഞൊരു പ്ലേ ലിസ്റ്റ് ഉണ്ട്. അതിൽ ഏകദേശം ഐ തിങ്ക് ഇറ്റ്സ് 18 വീഡിയോസ് ആണ് തോന്നുന്നത്. ഈ 2 വീഡിയോ കൂടി കയറുന്നതോടെ അത് 20 വീഡിയോ. 20 ക്ലാസ്സസും ചെറിയ ഡ്യൂറേഷനിൽ പല ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ക്രിസ്മസ് എക്സാം സ്പെഷ്യൽ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, മോഡൽ എക്സാം സ്പെഷ്യൽ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ വരുന്ന ക്ലാസ്സസ് ആണ്. അപ്പൊ മക്കൾ എല്ലാവരും ഇന്ന് ഒരു ദിവസം അല്ലെങ്കിൽ ഇന്ന് നാളെ എടുത്തിട്ട് ഈ ക്ലാസ്സസ് കണ്ട് ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്, ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് ഞാൻ ചെയ്യുന്നത് ക്വസ്റ്റ്യൻസ് പറയുന്നു, കണ്ടന്റ് പറയുന്നു, കൺസെപ്റ്റ് പറയുന്നു, നേരെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുള്ളതാണ്. ക്വസ്റ്റ്യൻസ് എല്ലാവരും വൃത്തിക്ക് A4 ഷീറ്റിലോ ഒരു നോട്ട് ബുക്കിലോ കൃത്യമായിട്ട് ഞാൻ ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യനും വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഏകദേശം നമ്മുടെ മാത്തമാറ്റിക്സിൽ നിങ്ങൾക്ക് ഒരു പേടിയില്ലാതെ A+ വാങ്ങാനുള്ള എല്ലാ കണ്ടന്റും അതിലുണ്ട്. ഏകദേശം ആ ക്ലാസ്സസിൽ മാത്രം ഒരു 100-300ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ടോട്ടൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വരയ്ക്കാനുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യണമെന്ന് കരുതുന്നുണ്ട്. സമയം ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്യും. ഒരു 100+ ഷോർട്ട് ക്വസ്റ്റ്യൻ ഒരു വീഡിയോ നാളെ വരുന്നുണ്ട്. അപ്പൊ അതിന് മുന്നോടിയായിട്ടാണ് പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പൊ ഏതായാലും നോക്കാം, തുടങ്ങാം. ഓക്കെ ആണല്ലോ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകും. ഞാൻ അധികം ആർഭാടങ്ങളൊന്നും ഇല്ലാതെ നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇതൊക്കെ ടാൻജൻസ് ആണ്. ഇത് നിങ്ങൾ മോഡൽ എക്സാമിന് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ എങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഐഡിയ എന്താണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞിരുന്നത്. ശ്രദ്ധിച്ചു കേട്ടോ. ഇഫ് AP is equal to 3, ഒരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സർക്കിളിന്റെ പുറത്തുള്ള ഒരു പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് എത്ര ടാൻജന്റ് വരയ്ക്കാം, എത്ര തൊടുവരകൾ വരയ്ക്കാം? 2 തൊടുവരകൾ വരയ്ക്കാം. 2 തൊടുവരകളും തുല്യമായിരിക്കും. ഇത് 10 ആണെങ്കിൽ ഇത് 10, ഇത് X ആണെങ്കിൽ ഇത് X, അങ്ങനെ മനസ്സിലുണ്ടാവുക. സോ ഇവിടെ AP 3 ആണെങ്കിൽ AP 3 ആണെങ്കിൽ AP 3 എന്ന് പറയുന്ന സമയത്ത് AP 3 ആണെങ്കിൽ വേറെ ഏതോ ഒരു ലൈന് കൂടി 3 ആവൂലയുടെ മക്കളെ. അതാരായിരിക്കും എന്നുള്ളത് കൃത്യമായിട്ട് അറിയാമെന്ന് പ്രതീക്ഷിക്കണം. AS അല്ലേ? APയും ASഉം Aയിൽ നിന്നുള്ള ടാൻജന്റുകളാണ്, തൊടുവരകളാണ്. സോ ASഉം 3 ആണ്, മറക്കരുത്. സോ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ. ഇനി രണ്ടാമത്തേല് പ്രൂവ് ചെയ്യാനാണ്. പ്രൂവ് ചെയ്യാൻ നമ്മൾ എങ്ങനെ ചെയ്യും എന്നുള്ളത് നോക്കിക്കോ. വളരെ സിമ്പിൾ ആണ്, നോക്കിക്കോ. ഇതൊന്നും വായിക്കുകയാണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത്, AP ഞാൻ X എന്ന് വിളിച്ചു. അപ്പോ അല്ലെങ്കിൽ A എന്ന് വിളിക്കാം, X എന്ന് വിളിക്കാം, എന്തെങ്കിലും. AP ഞാൻ X എന്ന് വിളിച്ചു. APയും ASഉം X തന്നെയല്ലേ ആയിരിക്കും വരിക, ആണോ? അല്ലേ? സോ AP X ആണെങ്കിൽ ASഉം X ആണ്, കാരണം രണ്ടും A എന്ന പോയിന്റിൽ നിന്നുള്ള ടാൻജൻസ് ആണ്. സോ അതേപോലെ തന്നെ BP Y ആണെങ്കിൽ BQവും Y അല്ലേടെ വരിക. ഒരു പോയിന്റിൽ നിന്നുള്ള 2 ടാൻജന്റുകളല്ലേ BQവും BPയും, ഇത് 2 ഈക്വൽ അല്ലേ? സോ ഇതേ ഐഡിയ വെച്ച് ഇത് Z ആണെങ്കിൽ ഇവിടെയും Z വരും. അതേപോലെ തന്നെ ഇതിപ്പോ ഒരു W ആണെങ്കിൽ ഇതും W വരും, മറക്കരുത്. ഇനി എന്താ ചോദിച്ചിട്ടുള്ളത്? AB + CD. AB + CD എത്രയെന്ന് വരാം? AB + CD എന്ന് പറയുന്ന സമയത്ത് എല്ലാവർക്കും അറിയാം, AB + CD പറയുമ്പോൾ AB എന്താ? AB ആദ്യം ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ചെയ്യാണ്. ഇക്വേഷന്റെ എന്താണ് ഒരു ഇക്വേഷൻ, ഇത് പ്രൂവ് ചെയ്യാനാണ്. ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് LHS, ഇത് റൈറ്റ് ഹാൻഡ് സൈഡ് RHS, ഇങ്ങനെ പ്രൂവ് ചെയ്യാറുണ്ട്. ഇപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഈ ഒരു സാധനം ഒന്ന് ചെയ്ത് നോക്കാം. ഇതിൽ നിന്ന് എന്താണ് ഉത്തരം കിട്ടണമെന്ന് നോക്കാം, ഇതിൽ നിന്ന് എന്താണ് ഉത്തരം കിട്ടണമെന്ന് നോക്കാം. 2 സെയിം ആണെന്ന് നോക്കാം. AB എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ ഈ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് AB. AP വരെ Xഉം PB Y ആയാൽ ടോട്ടൽ നീളം എന്താണ്? ഇവിടെ നിന്ന് അങ്ങോട്ട് Xഉം ഇവിടെ നിന്ന് അങ്ങോട്ട് Y ആണെങ്കിൽ ടോട്ടൽ നീളം എന്താ വരിക? X + Y ആണ് ABയുടെ നീളം. ഇതേപോലെ തന്നെ ഇത് രണ്ടാളും പ്ലസ് ആയതുകൊണ്ട് ഞാൻ ബ്രാക്കറ്റ് ഒന്നും ഇടുന്നില്ല. അതിന്റെ നേരെ ഓപ്പോസിറ്റിൽ ഒരു ടാൻജന്റ് ആണ് DC അല്ലെങ്കിൽ CD. ഇതിന്റെ നീളം എന്ന് പറയുന്നത് Z + W എന്നല്ലേ? സോ ആൻസർ ഈസ് Z + W. സോ ഇത് ഓർഡർ തന്നെയാണ്. അപ്പൊ നമുക്ക് ഇത് ആൻസർ കിട്ടി. റൈറ്റ് ഹാൻഡ് സൈഡ് നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്തു നോക്കുക. റൈറ്റ് ഹാൻഡ് സൈഡ് എന്താണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്? AD + BC. AD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രത്തിലേക്ക് നോക്കിയാൽ മതി, X + W + CD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Z + Y. ഇതൊന്ന് ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ എന്തെന്നെ വരും? X + Y + Z + W, ആണോ അല്ലേ? സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഇക്വേഷന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡ് രണ്ടും ചെയ്തപ്പോൾ കിട്ടിയ ഉത്തരം സെയിം അല്ലേ? ദാറ്റ് മീൻസ് ലെഫ്റ്റിലുള്ളതും റൈറ്റിലുള്ളതും സെയിം ആണെന്ന് പറയാം. AB + CD = AD + BC എന്നുള്ളത് ജസ്റ്റ് എന്തായിട്ട് ഇവിടെ എഴുതി വെക്കുക. ഓക്കെ ആണല്ലേ? എപ്പോഴും പ്രൂഫ് ക്വസ്റ്റ്യൻസിൽ therefore എന്ന് എഴുതിയിട്ട് ക്വസ്റ്റ്യൻ തന്നെ എഴുതി വെക്കണം കേട്ടോ.
സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ആംഗിൾ ഓഫ് സി എന്ന് പറഞ്ഞാൽ എക്സ് ആണെങ്കിൽ ഇനി ഞാനൊരു വര കൂടി വരക്കുകയാണ്. ഇനി ക്വസ്റ്റ്യനുള്ളൊന്ന് വായിച്ചു നോക്കൂ. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞ ആംഗിൾ ഓ സി എന്ന് പറഞ്ഞാൽ ഇതാണ് ആംഗിൾ ഓ സി എക്സ് ആണെങ്കിൽ ആംഗിൾ ഓ എ സി എന്താണ്? ആംഗിൾ ഓ എ സിയും എക്സ് തന്നെയല്ലേ? കാരണം എന്താടാ, ഇത് റേഡിയസ് ആണ്, ഇതും റേഡിയസ് അല്ലേടാ. സോ രണ്ട് റേഡിയസുകൾ ഈക്വൽ ആയതുകൊണ്ട് ഇറ്റ്സ് ആൻ ഐസോസിലസ് ട്രയാംഗിൾ, സമപാർശ്വ ത്രികോണമാണ്. അപ്പൊ മൂന്നാമത്തെ ആംഗിൾ എത്ര വരിക? ടോട്ടൽ എല്ലാം പാടെ 180 അല്ലേ വരിക. 180യിൽ നിന്ന് ഇവിടെയുള്ള എക്സും കൂടി കൂട്ടി 2x, അത് കുറച്ച് കഴിഞ്ഞാൽ എന്താ വരും? 180 മൈനസ് 2x ആണോ അല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഇവിടേക്ക് ഒരു വരെ ഇവിടെ വരച്ചാൽ ഇവിടേക്ക് ഞാനൊരു ആംഗിൾ കൂടി വരച്ചാൽ ഇതെന്തായിരിക്കും എന്ന് പറയാൻ പറ്റും? ഇത് 180 മൈനസ് 2xന്റെ ഹാഫ് അല്ലേ വരിക, പകുതി അല്ലേ വരിക? 180യുടെ പകുതി 90 മൈനസ് 2xന്റെ പകുതി x, ഇങ്ങനെയല്ലേ വരിക, ആണോ അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ, ഇവിടെയുള്ള ആംഗിൾ 90 മൈനസ് എക്സ് ആണെങ്കിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റുള്ള ആംഗിൾ എന്തായിരിക്കും എന്ന് പറയാൻ പറ്റും? നമ്മൾ പഠിച്ചിട്ടില്ലേ, ഓപ്പോസിറ്റ് സെഗ്മെന്റിലുള്ള ആംഗിളുകൾ സപ്ലിമെന്ററി ആണ്. രണ്ടും കൂടി കൂട്ടിയ 180 കിട്ടണം. ഒരാൾ എക്സ് ആണെങ്കിൽ മറ്റേ ആൾ 180 മൈനസ് എക്സ് ആയിരിക്കും. ഒരാൾ 80 ആണെങ്കിൽ മറ്റേ ആൾ 100 ആയിരിക്കും. രണ്ടും കൂടി കൂട്ടിയ 180 ആണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെയുള്ള ആംഗിൾ 90 മൈനസ് എക്സ് ആണെങ്കിൽ ഇവിടെ വരുന്ന സമയത്ത് 180 മൈനസ് 90 മൈനസ് എക്സ് എന്ന് വരും. അതെത്ര വരിക? 180 മൈനസ് 90 മൈനസ് എക്സ് എന്ന് ചെയ്താൽ എന്താ വരിക? ബ്രാക്കറ്റ് പൊട്ടിക്കുന്ന സമയത്ത് 180, ഈ മൈനസിന് രണ്ടാക്കം കൊടുക്കണം, മൈനസ് ഇൻറ്റു 90 മൈനസ് 90 മൈനസ് ഇൻറ്റു മൈനസ് എക്സ് പ്ലസ് എക്സ്. 180യിൽ നിന്ന് 90 പോയി കഴിഞ്ഞാൽ എല്ലാ മക്കൾക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കണം. 90 പ്ലസ് എക്സ് എന്ന് വരും, ആണോ അല്ലേ? സോ ഈ ആംഗിൾ എന്ത് കിട്ടി? ബിയറിന് ആംഗിൾ 90 പ്ലസ് എക്സ് എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. ക്വസ്റ്റ്യൻ എന്താ? ആംഗിൾ എ ബി സി മൈനസ് ആംഗിൾ ഓ സി എ. എന്താണ് ആംഗിൾ എ ബി സി? ആംഗിൾ എ ബി സി ക്വസ്റ്റ്യനിൽ നോക്കിക്കാണി, അതല്ലേ ആംഗിൾ ബി 90 പ്ലസ് എക്സ്. ആംഗിൾ എ ബി സി മൈനസ് ആംഗിൾ ഒ സി, ആംഗിൾ എ ബി സി മൈനസ് ആംഗിൾ ഒ സി എ സീക്വൽ ടു എന്താ വരിക നോക്കാം. ആംഗിൾ എ ബി സി എന്ന് പറയുമ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കിയത് 90 പ്ലസ് എക്സ് മൈനസ് ആംഗിൾ ഒ സി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എക്സ് പ്ലസ് എക്സും മൈനസ് എക്സും വെട്ടിപ്പോലെടാ മക്കളെ. സോ അത് വെട്ടിക്കളയണം, ഇതും വെട്ടിപ്പോവും, ബാക്കി 90 എന്ന് വരും. ഇതന്നെയല്ലേ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടില്ലേ? നോക്കി സിമ്പിൾ അല്ലേടാ. സോ ഇങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യും. ഇനി അതേപോലെ തന്നെ നമ്മൾ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ് മോഡൽ എക്സാം സ്പെഷ്യൽ ആയിട്ട് ചെയ്തപ്പോൾ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്താണ്. പക്ഷെ വീണ്ടും ഡിസ്കസ് ചെയ്യാൻ കാരണം അരിത്മാറ്റിക് സീക്വൻസിൽ നിന്നൊരു പ്രൂഫ് വരും. അത് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന 3 ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒന്നായിരിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇതേ കൺസെപ്റ്റ് വെച്ചായിരിക്കും പോകുന്നുണ്ടാകുക. സോ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. എപ്പോഴും മനസ്സിലാക്കുക, അരിത്മെറ്റിക് സീക്വൻസുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് പ്രൂഫ് വന്നാലും അത് പദവുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ടേമിന്റെ ആൽജിബ്രായിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ പദത്തിന്റെ ബീജഗണിത രൂപം അത് യൂസ് ചെയ്തിട്ടായിരിക്കും ഉത്തരം കണ്ടുപിടിക്കുന്നുണ്ടാകുക. ഇനി തുക, സമ്മുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രൂഫ് ആണെന്നുണ്ടെങ്കിൽ പ്രൂഫിന്റെ സമ്മിന്റെ ആൽജിബ്രായിക് ഫോം അല്ലെങ്കിൽ തുകയുടെ ബീജഗണിത രൂപം SN is equal to d/2 n square plus f minus d/2 into n. ഈ ഇക്വേഷൻ വെച്ചായിരിക്കും സോൾവ് ചെയ്യുന്നുണ്ടാകുക. ഇവിടെ ശ്രദ്ധിച്ചു, പ്രൂവ് ദാറ്റ് ദ സ്ക്വയർ ഓഫ് എനി ടേം, ഏതെങ്കിലും ഒരു ടേം എക്സ് തന്നെ കിട്ടോ, അതിന്റെ സ്ക്വയർ ഇതേ അരിത്മെറ്റിക് സീക്വൻസ് തന്നെ ഉണ്ട് എന്നാണ് തെളിയിക്കേണ്ടത്. ഏതൊരു ടേം എക്സ് എടുത്താലും അതിന്റെ സ്ക്വയറും ഇതേ ടേമിൽ തന്നെ ഉണ്ട് എന്ന് തെളിയിക്കണം. ഇല്ലാന്ന് തെളിയിക്കണം. സോറി, ഇസ് നോട്ട് എ ടേം, ഇല്ലാന്ന് തെളിയിക്കണം. ഉണ്ടോ ഇല്ലെന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. വളരെ സിമ്പിൾ ആണ് മക്കളെ. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ 8, 13, 18 ഈ സീക്വൻസിലുള്ള ടേമുകളൊക്കെ ഈ സീക്വൻസിൽ ഇപ്പൊ വേറെ എന്തെങ്കിലും ടേമുകൾ പറഞ്ഞോളി, 100 എന്ന് പറഞ്ഞോളി, ഇതിലുണ്ടോ എന്നെങ്ങനെ ചെക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീക്വൻസിലുള്ള ടേംസിനൊക്കെ ഒരു കോമൺ ഒരു പരിപാടി ഉണ്ട്. കോമൺ ഡിഫറൻസ് എന്താണ്? 5 അല്ലേ പൊതു വ്യത്യാസം. ഈ സീക്വൻസിലുള്ള ടേമുകളുടെ ഒക്കെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ഈ സീക്വൻസിലുള്ള ഏതെങ്കിലും ഒരു ടേം എടുത്താണ്, ഇപ്പൊ 8 എടുത്തോളി. 8നെ ഞാൻ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിമൈൻഡർ മലയാളത്തിൽ പറഞ്ഞാൽ ശിഷ്ടം എന്തായിരിക്കും വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റിമൈൻഡർ എന്താ എനിക്ക് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ 8ല് ഒരു 5 8ന് 5 പോയി കഴിഞ്ഞാൽ ബാക്കി 3 അവിടെ റിമൈൻഡർ ആണ്, ശിഷ്ടമാണ്.
ആണോ അല്ലേ? ഇനി വേറെ ഏതെങ്കിലും നമ്പർ എടുത്തോ. 18 13 18 ഉണ്ട്. 18 5 ഡിവൈഡ് നോക്കി, ഉത്തരല്ല. 18 3 5 15 വരെ പോകും. 18 നിന്ന് 15 പോയാൽ ബാക്കി റിമൈൻഡർ 3. കണ്ടോ, ഇവിടെ ആ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതോടെ റിമൈൻഡർ സെയിം കിട്ടുന്നുണ്ട്. അതാണ് ഈ ഒരു സീക്വൻസിലുള്ള ടേമുകളുടെ ഒക്കെ പ്രത്യേകത. അപ്പൊ 100 ഇതിലുണ്ടോ എങ്ങനെ നോക്കുക? 100ന് നമ്മൾ 8 കൊണ്ട് ഡിവൈഡ്, 8 അല്ല, കോമൺ ഡിഫറൻസ് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 100ന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ അല്ല, ബിക്കോസ് 100 5ന്റെ ഗുണനപട്ടികയിലുള്ള ആളാകുമ്പോൾ റിമൈൻഡറിന് ബാക്കി വരില്ല, മൊത്തമായിട്ട് ഹൈക്കും. സോ ദെൻ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു ഐഡിയ വെച്ച് തന്നെയാണ് നമ്മൾ ചെയ്തു പോണത്. ഇതില് പ്രൂഫ് ആയതുകൊണ്ട് ആദ്യം ഏതൊരു ടേമിനെയും കോമൺ ആയിട്ട് നമുക്ക് എക്സ് എന്ന് വിളിക്കാം. എക്സിന്റെ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി അല്ലേ? എങ്ങനെയാണ് വരിക? ഡി എത്രയാണ്? 5, എഫ് എത്രയാണ്? 8 ആണ് അല്ലെ? സോ ഡി എന്ന് പറഞ്ഞാൽ 5n പ്ലസ് എഫ് 8 മൈനസ് ഡി ഇൻറ്റു 5, ദാറ്റ് ഈസ് 5n പ്ലസ് 3 എന്ന് കിട്ടും എക്സ് എൻ. ആണോ അല്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ മക്കളെ. ഇനി ഇവിടെ ചെയ്യേണ്ട പരിപാടി, എക്സ് എന്നിനെ കോമൺ, ഇതിൽ ഏതൊരു ടേമിനെയും കോമൺ ഡിഫറൻസ് കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്യാണ്. 5n പ്ലസ് 3 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് 5 അല്ലേ? റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടം എന്താ വരിക നോക്കാം. നിങ്ങൾ റിമൈൻഡർ ഒന്ന് ഫുൾ ആക്കി എഴുതിക്കൊണ്ടിട്ട് എക്സാമിന് വെറുതെ കൺഫ്യൂഷൻ അടുപ്പിക്കണ്ട. ബിക്കോസ് പറയാൻ കാരണം, കേരളത്തിലെ ഏതെങ്കിലും ഒരു ജില്ലയിലെ ടീച്ചർ ആയിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ആൻസർ ഷീറ്റ് നോക്കുക. അപ്പൊ ഇവർ വാല്യൂ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് നിങ്ങൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയി പറഞ്ഞെടുത്തിട്ട് കാര്യമില്ല. നിങ്ങൾ ആ ഒരു ആൻസർ ഷീറ്റിൽ എഴുതുന്നത് എന്താണോ അതിൽ നിന്ന് മാത്രമേ ഇവർക്ക് ഇത് മനസ്സിലാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോ പല രീതിയിലും പ്രൂഫുകൾ ചെയ്യുന്ന ആളുകളുണ്ട്, പല രീതിയിൽ ഉത്തരങ്ങൾ കണ്ടുപിടിക്കുന്ന ആളുകളുണ്ട്. ദിസ് ഇസ് മാത്തമാറ്റിക്സ്. ഒരിക്കലും ഒരൊറ്റ റൂട്ടിലൂടെ മാത്രം ഒരു ഉത്തരത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് എല്ലാവരെ കൊണ്ടും ഒരേ രീതിയിൽ ചിന്തിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. ഓരോരുത്തരുടെയും ബുദ്ധിയുടെ വ്യത്യാസം അനുസരിച്ച് ഓരോരുത്തരും പല രീതിയിലായിരിക്കും ചിന്തിക്കുന്നുണ്ടാകുക. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ റിമൈൻഡർ അല്ലെങ്കിൽ ഷീന്ന് മാത്രം ഇട്ടേക്ക് ശിഷ്ടം എന്ന് ഫുൾ എഴുതിക്കൊണ്ടിട്ടോ. സോ 5n പ്ലസ് 3നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5ൽ 5 അപ്പൊ റിമൈൻഡർ ഒന്നും ഇല്ലല്ലോ, 0 ആണ്. ഇനി 3ൽ 5 അപ്പൊ 3 തന്നെ റിമൈൻഡർ ആണ്. ആണോ അല്ലേ? സോ ഇവിടുത്തെ റിമൈൻഡർ 3 ഇനി ഏതാളെ കിട്ടിയാലും ഈ സീക്വൻസിൽ ഉണ്ടോ നോക്കണമെങ്കിൽ അയാളെ നമ്മൾ എടുത്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കോമൺ ഡിഫറൻസ് ആണ് 5. അപ്പൊ 3 റിമൈൻഡർ കിട്ടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കുടുംബത്തിലുണ്ട്, ഇല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് പുറത്ത്. സോ ഇവിടെ നോക്കാം, നമുക്ക് ഇതിലുള്ള ടേംസിന്റെ സ്ക്വയർ എന്നാ പറഞ്ഞിരിക്കുന്നത്. സ്ക്വയർ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ എക്സ് എന്നിന്റെ സ്ക്വയർ നോക്കാം. എക്സിന് എല്ലാവർക്കും അറിയാം 5n പ്ലസ് 3 ആണ്. അപ്പൊ എക്സിന്റെ സ്ക്വയർ പറയുമ്പോൾ 5n പ്ലസ് 3 ഹോൾ സ്ക്വയർ. എല്ലാ മക്കൾക്കും അറിയില്ല. ഞാൻ പല ക്ലാസ്സുകളിലും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ ട്രിക്കാണിത്. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എങ്ങനെയാ ചെയ്യുക? ഒരു ഐഡിയ ഉണ്ട്. ഫസ്റ്റ് ആളെ സ്ക്വയർ ചെയ്ത എക്സ് സ്ക്വയർ പ്ലസ് അപ്പുറത്ത് രണ്ടാമത്തെ ആളെ സ്ക്വയർ ചെയ്ത. ഇനി സെന്ററിലുള്ള ആളല്ലെങ്കിൽ കൺഫ്യൂഷൻ. ഇവിടെ 2 കണ്ടോ, ഇവിടെ എക്സ് കണ്ടോ, ഇവിടെ വൈ കണ്ടോ, ഒക്കെ പാടന് കുണിച്ചാണി. 2 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ, ഇതാണ് ട്രിക്ക്. അപ്പൊ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള രണ്ടാളുകളുടെയും സ്ക്വയർ ചെയ്ത് അപ്പുറത്ത് ഫസ്റ്റ് ആളുടെ സ്ക്വയർ 5n രണ്ടാളുടെ ആയതുകൊണ്ട് ഹോൾ സ്ക്വയർ. അതേപോലെ തന്നെ അപ്പുറത്ത് അങ്ങേ തലക്ക് കൊണ്ടുപോയി രണ്ടാമത്തെ ആളുടെ സ്ക്വയർ എഴുതിയേക്ക്. രണ്ടാളെയും മണ്ടയ്ക്ക് സ്ക്വയർ എടുത്ത് അപ്പുറത്തും നിർത്തും. അത് പ്ലസ് ആണെങ്കിലും മൈനസ് ആണെങ്കിലും രണ്ടുപേരുടെയും ചിഹ്നം പ്ലസ് ആയിരിക്കും സ്ക്വയർ ഇടുമ്പോൾ. ഇവിടെയുള്ളതാണ് നിങ്ങൾക്ക് എല്ലാവരും കൺഫ്യൂഷൻ വരിക പൊട്ടിക്കുന്ന സമയത്ത്, ബ്രാക്കറ്റ് പൊട്ടിക്കുന്ന സമയത്ത്. നിങ്ങൾക്ക് അറിയാം എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടാവാം. അത് ചെയ്യാമല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രിക്ക് അത് തന്നെയാണ്. ഇവിടെയുള്ള എല്ലാവരും കുടിക്കുക. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 5n ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. ഇതൊക്കെ പാടന്ന് കുടിച്ചു നോക്കി. എന്താ വരിക? 2 ഇൻറ്റു 5n ഇൻറ്റു 3. പിന്നെ ഇവിടെ ഉള്ള ചിഹ്നം ഉണ്ട് ഇവിടെ വരിക, പ്ലസ് ആണ്. സോ ദ ആൻസർ ഈസ് 5n സ്ക്വയർ. ചില ആൾക്കാർ തെറ്റിക്കുന്നതാണ്, അത് ബ്രാക്കറ്റ് ഇടാൻ മറന്നു പോയി കഴിഞ്ഞാൽ 5ന്റെ സ്ക്വയർ 25 എഴുതണം. n സ്ക്വയർ n സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 5 10, 10 ഇൻറ്റു 3 30n പ്ലസ് 3ന്റെ സ്ക്വയർ 9. ആണോ അല്ലേ? ഇതാണ് എക്സിന്റെ സ്ക്വയർ. ഇത് ഈ സീക്വൻസിൽ ഉണ്ടോ എന്ന് അങ്ങനെ ചെക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞു. ഏതാള് വന്നാലും കോമൺ ഡിഫറൻസ് കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കി കാണി. 25n സ്ക്വയർ പ്ലസ് 30n പ്ലസ് 9 ഡിവൈഡഡ് ബൈ 5 ചെയ്യുന്ന സമയത്ത് വളരെ സിമ്പിൾ ആണ്. ഇവിടെ 25 ഇല്ലടാ, നമ്പേഴ്സിന് മാത്രം നോക്കി. 25 5ന്റെ ഗുണനപട്ടികയിലില്ല. അപ്പൊ ഇവിടെ റിമൈൻഡർ ഉണ്ടോ? 0. റിമൈൻഡർ ഇല്ല, ഇവിടെ 0 ആണ്. ഇനി 30 5ന്റെ ഗുണനപട്ടികയിലുണ്ട്. 6 5 30 അപ്പൊ ഇവിടെയും റിമൈൻഡർ ഒന്നും ബാക്കിയില്ല. ഇവിടെ എന്തായാലും ഉണ്ടാകും, കാരണം 9 5ന്റെ ഗുണനപട്ടികയിലില്ല. 9ൽ എത്ര 5 ഉണ്ട് എന്ന് പറഞ്ഞാണ്? 9ൽ എത്ര 5 ഉണ്ട്? 9ൽ ആകെ ഒരൊറ്റ 5 ഉള്ളൂ. 1 5 5. 9ന് 5 പോയ ബാക്കി ശിഷ്ടം എത്രയാണ്? 4. അപ്പൊ ഇവിടുത്തെ റിമൈൻഡർ എത്രയാണ്? 4. നമുക്ക് കിട്ടേണ്ടിയിരുന്ന റിമൈൻഡർ 4 ആണോ? അല്ലല്ലോ. സോ എന്ത് പറയാൻ പറ്റും? ദെയർഫോർ ക്വസ്റ്റ്യൻ തന്നെ എടുത്ത് എഴുതിയേക്കുക. ഇത് ടേമല്ല, ഇത് പദമല്ല കേട്ടോ. സോ ഭയങ്കര സിമ്പിൾ ആണെന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഇതേപോലെ തന്നെയാണ് ഇത് ചെയ്യുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3n പ്ലസ് 1 ആണ് വരിക. അതേപോലെ തന്നെ എക്സ് ഡി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3n പ്ലസ് 1, അതിന് കോമൺ ഡിഫറൻസ് 3 വരിക കേട്ടോ. റിമൈൻഡർ 1 വരിക. അപ്പൊ 1 കിട്ടണ്ടോ നോക്കണമെങ്കിൽ എക്സിന്റെ സ്ക്വയർ കണ്ടുപിടിച്ചണം. 3n പ്ലസ് 1ന്റെ സ്ക്വയർ ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ദാറ്റ് ഈസ് 9n സ്ക്വയർ പ്ലസ് 6n പ്ലസ് 1 വരിക. അപ്പൊ ഇതിനെങ്ങനെ ചെക്ക് ചെയ്യുക? xn സ്ക്വയർ ബൈ ഡി, ഡി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 9n സ്ക്വയർ പ്ലസ് 6n പ്ലസ് 1 ബൈ ഡി. ഡി എന്ന 3. 9 3ന്റെ ഗുണനപട്ടികയിലുണ്ട് 6 ഉണ്ട്. അപ്പൊ ഇപ്പൊ രണ്ടാളും നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ 1 ഉള്ളത്. അപ്പൊ 1 റിമൈൻഡർ ആണ്. 1 തന്നെയല്ലേ നമുക്ക് കിട്ടേണ്ടിയിരുന്നത്?
ആണ്. സോ ഇത് ഡാം ആണ്, ഇതിന്റെ സ്ക്വയേഴ്സ് ഇതിലുള്ള ഡാം ആണ് എന്നുള്ളൊരു കാര്യം. സോ അടുത്തതായിട്ട് ഞാൻ വേറൊരു പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസിൽ വേറെ ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. കാരണം നമ്മൾ ഇതേപോലത്തെ ഒരു സാധനം ചെയ്തിട്ടുണ്ട് മുന്നത്തെ ക്ലാസ്സിൽ. അപ്പൊ അതൊന്ന് റെഫർ ചെയ്ത് നോക്കുക. ഭയങ്കര സിമ്പിൾ ആണ്. ഇതിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം സമ്മുമായിട്ട് ബന്ധപ്പെട്ട പ്രൂഫാണ്. അപ്പൊ സമ്മിന്റെ ആൽജിബ്രൈക് ഫോം ആണ് ഇവിടെ നമ്മൾ ഉത്തരം കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യേണ്ടത്. പ്രൂവ് ദാറ്റ് ദ സം ഓഫ് എനി നമ്പർ ഓഫ് കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് ദ സീക്വൻസ്. ഒരു സീക്വൻസിലെ എത്ര ടേംസിന്റെ സമ്മും ഇതാണ്ടോ സീക്വൻസ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഇവിടെ നോക്കി ഇത് 9 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, 3ന്റെ സ്ക്വയർ ആണ്. ഇനി 9ഉം അടുത്ത 2 കൂട്ടി ആദ്യത്തെ 2 9 27 കൂട്ടിയാൽ 36 6ന്റെ സ്ക്വയർ ആണ്. ഇനി 3ഉം കൂടി കൂട്ടി നോക്കി 9 27 45 കൂട്ടി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 81. അത് 9ന്റെ സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ സമ്മായിട്ട് ഇതിങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരങ്ങളൊക്കെ പെർഫെക്റ്റ് സ്ക്വയർ ആണ് എന്ന് തെളിയിക്കണം. വെറുതെ നോക്കി വെച്ചിട്ട് തെളിയിച്ചിട്ട് കാര്യമില്ല. പെർഫെക്റ്റ് സ്ക്വയർ എന്ന് അറിയില്ലേ? പൂർണ്ണവർഗം എന്ന് പറഞ്ഞാൽ 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16, 25, 36, 49, 64 അങ്ങനെ പോകുന്ന സ്ക്വയേഴ്സ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് ആണ് സ്ക്വയേഴ്സ് അല്ലെങ്കിൽ പൂർണ്ണവർഗങ്ങൾ. ഇവിടെ നോക്കി സമ്മിന്റെ ഇക്വേഷൻ എന്താടാ? ഇവിടെ കോമൺ ഡിഫറൻസ് എന്താ? ഓക്കെ, ഞാൻ ആദ്യം തരാം. ആദ്യം സീക്വൻസ് പറഞ്ഞോളി 9, 27, 45. കോമൺ ഡിഫറൻസ് 18 അല്ലേടാ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, സമ്മിന്റെ ഇക്വേഷൻ കാണുമ്പോൾ കോമൺ ഡിഫറൻസ് അല്ല വെക്കണ്ട. കോമൺ ഡിഫറൻസിന്റെ പകുതി കണ്ടുപിടിച്ചേക്കുക. അതാവുമ്പോൾ വേഗം ചെയ്യാൻ പറ്റും. കോമൺ ഡിഫറൻസിന്റെ പകുതി എത്ര? 9 അല്ലേ വരിക. ഇനി എഫ് പറഞ്ഞാണ്. എഫ് എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ്സ് 9 അല്ലേ? സോ ഇവിടെ നമുക്കൊരു 2 കാളെ കിട്ടി. ഇവരെയാണ് സമ്മ് എടുക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത്. ഡി അല്ല, D/2 ആണ് ആവശ്യം. കാരണം സമ്മിന്റെ ഇക്വേഷൻ എല്ലാ മക്കൾക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കണം. പല ആൾക്കാരും പല റീജിയനിലും പല രീതിയിലേക്കാരും പഠിച്ചേക്കാം. Pn² + Qn പഠിച്ച ആൾക്കാരുണ്ടാവാം, An² + Bn പഠിച്ച ആൾക്കാരുണ്ടാവാം. അപ്പൊ ഏതായാലും നമ്മളത് ഡയറക്റ്റ് ആണ് ചെയ്യുന്നത്. D/2 n² + f - D/2. സമ്മിന്റെ ഇക്വേഷൻ n/2 x1 + xn. പക്ഷെ അത് സമ്മിന്റെ എന്തല്ല, ആൽജിബ്രൈക് ഫോം അല്ല. ഇതാണ് സമ്മിന്റെ ആൽജിബ്രൈക് ഫോം, ബീജഗണിത രൂപം. ഇപ്പൊ അത് വെച്ചും ചെയ്യുന്ന ആൾക്കാരുണ്ട്, ചെയ്യാം. അത് 2 ചെയ്താലും ഒരേ ഉത്തരത്തിൽ വരുന്നത്. ഇതാണ് ഒന്നുകൂടി കംഫർട്ടബിൾ പ്രൂഫില്. D/2 9 n² പ്ലസ് f 9 ആണ്. D/2 വീണ്ടും 9 തന്നെയാണ് ഇൻറ്റു n. ദാറ്റ് ഈസ് 9n² പ്ലസ് 9 പോയ 0n. 0 ഇൻറ്റു n എന്താ? 0 തന്നെയാണ്. സോ അത് എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ആ ടേമേ ക്യാൻസൽ ആയി പോയിട്ടോ. 0 ഇൻറ്റു n, 0 ഇൻറ്റു 100, 0 തന്നെയാണ്. 0 ഇൻറ്റു 125, 0 തന്നെയാണ്. സോ സം കഴിഞ്ഞിട്ടില്ല. ഇവിടെ 9 ഒരു പ്രത്യേകത ഉണ്ട്. 9 ആരുടെയോ സ്ക്വയർ അല്ലേടാ? 9 നമുക്ക് 3² എഴുതി കൂടെ, ഇൻറ്റു n² അല്ലേ? സോ ഇതെന്ത് വരും? സം ഈക്വൽ ടു 3n² 2 സ്ക്വയർ അല്ലേ ബ്രാക്കറ്റിന്റെ ഉള്ളത്തെ? സോ എന്താ ചെയ്ത് 9 കണ്ടപ്പോ തന്നെ നമുക്ക് മനസ്സിലായി 9 ആരുടെ സ്ക്വയർ ആണ്? 3ന്റെ സ്ക്വയർ ആണ്. 3n². ഇനി നിങ്ങൾ സമ്മിൽ ആണെന്നുണ്ടെങ്കിൽ 10 ഇട്ട് നോക്കി. യെസ്, എന്നിലോട് 10 ഇട്ട് നോക്കി. എന്തൊരു 3 × 10 30, 30ന്റെ സ്ക്വയർ ഉണ്ടോ? ഇനി സമ്മായിട്ട് കിട്ടുന്ന എല്ലാ നമ്പേഴ്സും പെർഫെക്റ്റ് സ്ക്വയർസ്. കാരണം ഉണ്ടാവും. എന്തുകൊണ്ടോ? ഇവിടെ ഹോൾ സ്ക്വയർ ഉണ്ടോ? അത് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി സ്ക്വയറും ചെയ്തിട്ട് ഉത്തരമായിട്ട് വരുള്ളൂ. സോ ഇറ്റ്സ് എ പെർഫെക്റ്റ് സ്ക്വയർ. എന്ന് എഴുതുക. ജസ്റ്റ് ഹോൾ സ്ക്വയർ ഉണ്ടാവും കൊണ്ട് തന്നെയാണ് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് എഴുതുക. ക്വസ്റ്റ്യൻ തന്നെ തലതിരിച്ച് എഴുതിയേക്കാം കേട്ടോ. സോ ഇത്രയുള്ള പരിപാടി. അപ്പൊ വളരെ വൃത്തിയായിട്ട് ചെയ്യുക. ഇത് ഓരോന്നായിട്ട് പോവാ. ഞാൻ ആദ്യം പറയാം, നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ആവണമെന്നുണ്ടെങ്കിൽ ഡൗട്ട് ക്ലിയറൻസിനൊക്കെ ആയിട്ട് ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഫ്രീ ആയിട്ടുണ്ട്. ഒരു ഗ്രൂപ്പ് നിറഞ്ഞിട്ടുണ്ട്, 2ാമത്തെ ഗ്രൂപ്പ് ഇപ്പോൾ ഹാഫ് ഫിൽഡ് ആണ്. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഞാൻ മാത്സ് ഇതിന് പിൻ ചെയ്ത് വെക്കാം. സൗണ്ട് നോയ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കമന്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം. പിന്നെ ഇതിന്റെ ഈ നോട്ട്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ പഠിച്ചാൽ എന്താ ചെയ്യാം, ഞാനൊരു കാര്യം ചെയ്യാം, ഡ്രൈവിലാക്കിയിട്ട് അതിന്റെ ഫയലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അല്ലാതെ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കയറിയിട്ട് ഇഞ്ച നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഇഞ്ച നമ്പറിൽ ഉണ്ടാവും. ഓക്കെ. സോ ഇതിൽ ദർഫോർ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ ചെയ്ത. സോ ഇനി നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതൊക്കെ എക്സ്പെക്ടഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ PA × BB = PC × BD തെളിയിക്കാനുള്ളത്. അപ്പൊ ഇതിൽ സിമിലർ ട്രയാങ്കിൾ എന്നൊരു കൺസെപ്റ്റ് നിങ്ങൾക്ക് എന്തായാലും അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഞാൻ പറയാം. അപ്പോൾ അതറിയില്ല എന്നുണ്ടെങ്കിൽ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ് തന്നെ വെച്ച് തോന്നുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ മുന്നേ ഉള്ള വീഡിയോസിൽ ഞാൻ അതിന്റെ ഐഡിയ പറഞ്ഞിരിക്കണം. ഞാൻ എന്തായാലും ഇത് പറഞ്ഞുതരില്ല എന്നൊന്നും പറയണില്ല. പക്ഷെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടാവും. ഏതായാലും നോക്കിക്കോളി. ആംഗിൾ ACD x ആണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ആംഗിൾ ABD? ACD എന്ന് പറയുമ്പോൾ ഇതല്ലേ ആംഗിൾ, ഇത് x ആണെങ്കിൽ ABD യും x തന്നെ അല്ലേടാ മക്കളെ? കാരണം എന്താടാ, ഈ AD എന്ന് പറഞ്ഞൊരു കോഡ് കണ്ടെങ്കില് ഈ കോഡിന്റെ ഒരറ്റത്ത് നിന്ന് തുടങ്ങി മറ്റേ അറ്റത്ത് അവസാനിക്കുന്ന ഒരേ സെഗ്മെന്റിലേക്കുള്ള ആംഗിൾ അല്ലേ ACD. അതേപോലുള്ള ഒരു ആംഗിൾ അല്ലേ ABD.
വാപ്പാന്റെയും ഇമ്മാന്റെയും പേര് സെയിം തന്നെയല്ലേ, ഒരേ ഭാഗത്തേക്ക് തന്നെയല്ലേ പോണതും, ദ മേജർ സെഗ്മെന്റിലേക്ക് തന്നെ പോണത്. സോ മനസ്സിലാക്കേണ്ട കാര്യം ഒരു ആർക്കിന്റെ എവിടെ നിന്ന് തുടങ്ങി എത്ര ആംഗിൾ വരച്ചാലും അതൊക്കെ സെയിം ആണെന്നുള്ള മനസ്സിലാക്കുക കേട്ടോ. സോ ഇത് തന്നെയാണ് ഐഡിയ. സോ ഇത് എക്സ് ആണെങ്കിൽ ഇത് എക്സ്, ജസ്റ്റ് എക്സ് കഴിഞ്ഞു. ഇനി ചെക്ക് വെദർ ദ ആംഗിൾസ് ഓഫ് ട്രയാംഗിൾ എ പി സി ആൻഡ് ബി പി ഡി ആർ ഈക്വൽ ഓർ നോട്ട്. ഈ രണ്ട് ട്രയാംഗിൾ ഉണ്ടെങ്കിൽ ഞാനിത് സത്യം പറഞ്ഞത് വരക്കേണ്ട ആവശ്യമില്ല. ഇനി നോക്കിക്കോ, ഈ രണ്ട് ട്രയാംഗിൾ ഉണ്ടോ നിങ്ങള്, ഈ വലുതും ഈ ചെറുതും, ഇത് ആംഗിൾസ് സെയിം ആണോ വെച്ചാൽ ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ ഇതിനെ ഈ ഒരു ആംഗിളിനെ ഞാൻ വൈ എന്ന് വിളിക്കുകയാണ്, ഈ ഒരു ആംഗിളിനെ ഞാൻ വൈ എന്ന് വിളിക്കുകയാണ്, ഈ ആംഗിളും വൈ തന്നെയല്ലേ. കാരണം എന്താണെന്ന് ആലോചിച്ച് നോക്കി, ഈ ആംഗിൾ തുടങ്ങണത് എവിടുന്ന, സിയിൽ തുടങ്ങി എയിലൂടെ ബിയിലെത്തി, ഇതും സിയിൽ തുടങ്ങി ഡിയിലൂടെ ബിയിലെത്തി. എന്തായാലും സിയിൽ തുടങ്ങി ബിയിലെത്തിയാണ് ഒരേ ഡയറക്ഷനിൽ തന്നെയാണ്. സോ സി ബി എന്ന ആർക്കുമെന്നുണ്ടാണ് തല കുത്തനെ നോക്കിയാൽ മതി. എപ്പോഴും ഈ ആംഗിൾസ് എടുക്കാനുള്ള ചോദ്യങ്ങൾ ഒരിക്കലും നിങ്ങൾ നേരെ മാത്രം നോക്കരുത്, 4 ഭാഗത്തും തിരിച്ചു നോക്കുക. അപ്പൊ എവിടെന്നെങ്കിലും ഒരു ഐഡിയ കിട്ടും. ഇതാണ് ബേസിക്കലി നീട്ട്. സോ അതേപോലെ തന്നെ എല്ലാ മക്കൾക്കും അറിയാൻ നിർദ്ദേശിക്കുന്നു, 2 ആംഗിൾ ഈക്വൽ ആണെങ്കിൽ എന്തായാലും 3ാമത്തെ ആംഗിൾ ഈക്വൽ അല്ലേ വരിക. അതങ്ങനെ തന്നെ ഉണ്ടോ. സോ അല്ലാന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഏതൊരു ജംഗ്ഷൻ വന്നാലും ഇതിപ്പോ 80 ആണെങ്കിൽ ഇവിടെ 100 ആയിക്കാരം, ഇത് 100 ആണെങ്കിൽ ഇത് വീണ്ടും 80, ഇതൊരു 100. കാരണം ഇത് മറ്റേ ലീനിയർ പെയർ ഉണ്ടോ, ഇതൊരു ലൈനാണ്, അപ്പൊ ഇത് രണ്ടും കൂട്ടി 150 ആണ്, ഇതൊരു ലൈനാണ്, അപ്പൊ ഇത് രണ്ടും കൂട്ടി 150. അങ്ങനെയുള്ള ഓപ്പോസിറ്റ് സെയിം ആയിക്കാരം, അഡ്ജസ്റ്റന്റ് സപ്ലിമെന്ററി ആയിക്കാരം, അനുകൂലകാരം. അപ്പൊ ഈ ഒരു ഐഡിയ വെച്ചാണ് നമ്മൾ ഇവിടെ ചെയ്യണത്. നോക്കിക്കോ, ഇതെങ്ങനെ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഇത് സെഡ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ഇവിടെ സെഡ്. അപ്പൊ ആംഗിൾസ് ഒക്കെ ഈക്വൽ ആണ്. 2 ട്രയാംഗിളിന്റെ ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇതൊക്കെ എഴുതി വെക്കണേ. ആംഗിൾ ഇത് എഴുതി വെക്കണം കേട്ടോ, ഞാനത് എഴുതണില്ല. സോ ആംഗിൾ ദിസ് ഈക്വൽ ടു ആംഗിൾ ദിസ്, അങ്ങനെ 3 ആംഗിൾസ് ഉണ്ടല്ലോ. 3 ആംഗിൾ ഈക്വൽ ആണെങ്കിൽ ബൈ എ പ്രോപ്പർട്ടി എന്ന് പറയാം. ആംഗിൾ പ്രോപ്പർട്ടി, ഈ 2 ട്രയാംഗിളിന് 3 ആംഗിൾ വീതം ഈക്വൽ ആയതുകൊണ്ട് ദിസ് ഇസ് ട്രയാംഗിൾ എ പി സി ആൻഡ് ട്രയാംഗിൾ ബി പി ഡി ആർ സിമിലർ ട്രയാംഗിൾസ് എന്നാൽ സദൃശ ത്രികോണങ്ങൾ. 9ാം ക്ലാസ് പഠിച്ചിരിക്കണമെന്ന് അറിയില്ല, ഞാൻ പറഞ്ഞു മുന്നേയുള്ള ഞാൻ ഇട്ടൊരു ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിനെ പറ്റി പറയുന്നുണ്ട്. ഷോർട്ട് ക്വസ്റ്റ്യൻ ചെയ്യണതോ അല്ലെങ്കിൽ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ചെയ്യണതോ അതൊരു ക്ലാസ്സിലാണ്. അപ്പൊ ഏതായാലും മനസ്സിലാക്കേണ്ട സിമിലർ ട്രയാംഗിൾസിന്റെ ഒരു ഐഡിയ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈക്വൽ ആയിട്ടുള്ള സൈഡ്സിന്റെ ആംഗിൾസിന്റെ ഓപ്പോസിറ്റുള്ള സൈഡുകളുടെ റേഷ്യോ സെയിം ആണ്. ദാറ്റ് മീൻസ് ഇപ്പൊ ഇവിടെ ഫസ്റ്റ് ട്രയാംഗിൾ എക്സിന്റെ ഓപ്പോസിറ്റുള്ള സൈഡ് ഏതാ, പി എ അല്ലെ ഫസ്റ്റ് ട്രയാംഗിളിൽ. സോ ഇവിടെ എന്ത് ചെയ്താൻ പറ്റും ചോദിച്ചു കഴിഞ്ഞാൽ പി എ ബൈ റേഷ്യോ നേട്ടോ ഇത്. ഇനി 2ാമത്തെ ട്രയാംഗിൾ എക്സിന്റെ ഓപ്പോസിറ്റ് ഏതാ, പി ഡി അല്ലേ, പി ഡി ഉണ്ടോ അല്ലെ, നോക്കി. സോ പി ഡി. ഇനി 1ാമത്തെ ട്രയാംഗിൾ ഇസ് ഈക്വൽ ടു ഇതിന്റെ റേഷ്യോയും അതേപോലെ തന്നെ അങ്ങനെ 3 റേഷ്യോ ഉണ്ടോ. ഇനി ഇതേപോലെ തന്നെ ആംഗിൾ വൈ ഉണ്ടോ, വൈന്റെ ഓപ്പോസിറ്റുള്ള സൈഡിന്റെ പേരെന്താ, പി സി. ഇവിടെ ആംഗിൾ വൈന്റെ ഓപ്പോസിറ്റ് എന്താ, പി ബി ഉണ്ടോ. സോ പി സി ബൈ പി ബി. ഇനി അതേപോലെ തന്നെ സെഡിന്റെ ഓപ്പോസിറ്റ് എന്താ, ഇവിടെ സെഡിന്റെ ഓപ്പോസിറ്റ് എ സി, ഇവിടെ സെഡിന്റെ ഓപ്പോസിറ്റ് ബി ഡി. സോ ദാറ്റ് ഈസ് എ സി ബൈ ബി ഡി. എ സി ബി ഡി ഒന്നും ആവശ്യമില്ല, കാരണം പ്രൂഫിൽ നമ്മളോട് ചോദിച്ചിട്ടില്ല. ഇതൊന്നും നോക്കി, ഇതൊക്കെ നമ്മളെ പ്രൂഫിൽ ആവശ്യമുള്ള ആൾക്കാരാണ്. എന്താ ഒരു അപ്പൊ ഇത് മാത്രമാണ് ഞാൻ പരിഗണിക്കണത്. എഴുതിക്കോ, എന്താണ് ഒരു ഈക്വൽ ടു സൈൻ്റെ അപ്പുറത്ത് ഫ്രാക്ഷൻ വന്നാൽ ചെയ്യേണ്ടത്, ക്രോസ് ചെയ്യാം. അപ്പൊ ഇവിടെ നിങ്ങോട്ട് ക്രോസ് ചെയ്താൽ എന്താ സംഭവിക്കുക, പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു ഇവിടെ നിങ്ങോട്ട് ക്രോസ് ചെയ്താലോ പി ഡി ഇൻറ്റു പി സി എന്നും പറയാം, അല്ലെങ്കിൽ പി സി ഇൻറ്റു പി ഡി എന്നും പറയാം. ഇതല്ലേ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, സിമ്പിൾ ആണ്. അപ്പൊ സിമിലർ ട്രയാംഗിളുടെ കൺസെപ്റ്റ് വെച്ചാണ് അത്. അപ്പൊ ഇതിൽ ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് എക്സും മറ്റേ ആംഗിൾ വൈയും അതൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ആംഗിൾ ഏതാ, എ സി ഡി എ ബി ഡി ഈക്വൽ ആണ്, അതേപോലെ തന്നെ സി എ ബി സി ഡി ബി ഈക്വൽ ആണ്, അതേപോലെ തന്നെ സി പി എ സി പി ബി ഡി പി ബി ഈക്വൽ ആണ്. അത് 3 ആംഗിൾ ഈക്വൽ ആണെങ്കിൽ ബൈ എ പ്രോപ്പർട്ടി. ഇതാണ് 9ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്, എ പ്രോപ്പർട്ടി. സോ ഏതായാലും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് മോഡൽ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു, ഭയങ്കര സിമ്പിൾ ആണ്. ഇവിടെ ആദ്യം ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് ദ മെഷേഴ്സ് ഓഫ് ബി സി ഡി ആൻഡ് സി ബി. ബി സി ഡി പറയുമ്പോൾ ബി സി ഡി സി ബി സി ഡി സിമിലർ ആണ്. 110ന്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ എത്ര വരിക, 70 വരും. 80ന്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ 100 വരും. ഇത് 70 ആണെങ്കിൽ ഇവിടെ 110. എപ്പോഴും ആലോചിക്കുക, ഏതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലും ഒരു മൂലയിൽ ഉള്ളിലുള്ള ആംഗിളും നേരെ ഓപ്പോസിറ്റ് പുറത്തുള്ള ആംഗിളും ഈക്വൽ ആണ്. അത് പ്രൂവ് ചെയ്യാൻ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇപ്പൊ നോക്കിക്കോ, ഇത് എക്സ്, അപ്പൊ എന്താ വരിക 180 മൈനസ് എക്സ്. അത് ഇതാണ് കേട്ടോ. ഇഫ് ആംഗിൾ എ ഡി സി ഈക്വൽ ടു എക്സ്, ദെൻ ആംഗിൾ എ ബി സി ഈക്വൽ ടു 180 മൈനസ് എക്സ്. ബ്രാക്കറ്റിൽ എന്ത് എഴുതണം, ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, ചക്രീയ ചതുർഭുജത്തിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി, അനുപൂരകമാണ് എന്നുള്ള കാര്യം വൃത്തിക്ക് എഴുതിയേക്കണം കേട്ടോ, മറക്കരുത്. ഇനി ഇതാണെങ്കിൽ ഇവിടെ എത്ര വരിക,
ഇത് എക്സാ വരിക. കാരണം എന്താടാ, ഇതൊരു ലൈൻ അല്ലേടാ, ഇതൊരു ലൈൻ അല്ലേ, ഇതൊരു ലൈൻ അല്ലേ, അതൊരു ലൈൻ അല്ലേ. അപ്പൊ ആംഗിൾ സി ബി ഇ ഇസ് ഈക്വൽ ടു എക്സ് തന്നെ വരിക. കാരണം എന്താ, അതെന്താണ്, ഒരു ലൈനാണ്. ലൈനുമത്തെ രണ്ട് ആംഗിളിനെ വിളിക്കണ പേരാണ് മലയാളത്തിൽ രേഖീയ ജോഡി എന്നും ഇംഗ്ലീഷിൽ ലീനിയർ പെയർ എന്നും വിളിക്കുന്ന സാധനം. മനസ്സിലാക്കേണ്ട കാര്യം ഭയങ്കര സിമ്പിൾ ആണ്. ഓപ്പോസിറ്റ് ഒരു ലൈനുമത്തെ രണ്ട് ആംഗിൾ കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടും. സുധൻ സുധൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ പറയണേ നോക്കാം. ഇത് ഞാൻ ചെയ്ത ക്വസ്റ്റ്യനാ, വെറുതെ ഇതിന്റെ ഐഡിയ എപ്പോഴും മുന്നിൽ ഉണ്ടായിരിക്കണം. ഇത്രേ ഉള്ളൂ. ഇത് വൈയിൽ നിന്നുണ്ടാണെങ്കിൽ രണ്ടെണ്ണം സെയിം ആണ്, എക്സിൽ നിന്നുണ്ടാണെങ്കിൽ രണ്ടെണ്ണം സെയിം ആണ്, സെഡിൽ നിന്നുണ്ടാണെങ്കിൽ രണ്ടെണ്ണം സെയിം ആണ്. അപ്പൊ വൈയിൽ നിന്നുണ്ടാകുന്ന ഇപ്പൊ ഇതിന് ഞാൻ പേരൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. അതായത് യു എന്ന് വിളിക്കാം, ഇത് വി എന്ന് വിളിക്കാം. സോ ഇതിനെ ഞാൻ ഈ ഒരു നീളത്തിന് ഞാൻ എ എന്ന് വിളിച്ചു, അപ്പൊ ഇതും എ ആണ്. ഇത് ബി എന്ന് വിളിച്ചു, അപ്പൊ ഇതും ബി ആണ്. ഇത് സി എന്ന് വിളിച്ചു, അപ്പൊ ഇതും സി ആണ്. ആണോ അല്ലേ? ഇനി എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താ വരിക? അപ്പൊ ഇതൊരു ഇക്വേഷൻ ആണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, റൈറ്റ് ഹാൻഡ് സൈഡ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കിക്കാണി. എക്സ് വൈ എന്ന് പറയുമ്പോൾ എക്സ് മുതൽ വൈ വരെയുള്ള നീളം എ. ഇതാ ഇവിടെ നിന്ന് അങ്ങോട്ട് എയും ഇവിടെ നിന്ന് അങ്ങോട്ട് ബിയും, എ പ്ലസ് ബി. സോ എ ബി എക്സ് വൈ പ്ലസ് എക്സ് സെഡ് മൈനസ് വൈ സെഡ്. അതാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇത് ചെയ്ത് നോക്കാം ആദ്യം. എക്സ് വൈ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ആണ്. ചിത്രത്തിൽ നോക്കി നോക്കി, ഇത് അവിടെ നിന്നിട്ട് ബിയും ഇവിടെ നിന്നിട്ട് എയും, ടോട്ടൽ കൂട്ടി എ പ്ലസ് ബി. ഇനി വൈസെഡോ, ഇത് ബ്രാക്കറ്റ് വേണമെങ്കിൽ ഇടാം. വൈസെഡ് എക്സെഡ് ആണ്, സോറി എക്സെഡ് എന്ന് നോക്കിയൊക്കെ ബി പ്ലസ് സി കാരം അല്ലെ. എക്സ് വി എന്ന് പറഞ്ഞാൽ ബിയും ബി സെഡ് പറഞ്ഞാൽ സിയും മൈനസ് വൈസെഡ് അല്ലെ. വൈസെഡ് എന്താ വരിക? വൈസെഡ് അടിയത്തെ സൈഡ്. വൈസെഡ് പറയുമ്പോ എ പ്ലസ് സി. എ പ്ലസ് ബി പ്ലസ് ബി പ്ലസ് സി ഇതിലൊക്കെ പോസിറ്റീവ് ആണ്. ഇനി നെഗറ്റീവ് വരുന്ന സമയത്ത് ഈ ബ്രാക്കറ്റിലുള്ള രണ്ടാളി നെഗറ്റീവ് ആണ് വിളിക്കണം. മൈനസ് ഇൻറ്റു എ മൈനസ് എ, മൈനസ് ഇൻറ്റു സി മൈനസ് സി. സോ മൈനസ് എ മൈനസ് സി. മനസ്സിലാക്കേണ്ട കാര്യം, എയും മൈനസ് എയും വെട്ടിപ്പോവും, സിയും മൈനസ് സിയും വെട്ടിപ്പോവും. ബാക്കി ഉണ്ടാകുക ബി പ്ലസ് ബി എന്താണ് വരിക? 2b എന്ന് വരും അല്ലെ. ഇനി ആർ എച്ച് എസ് എന്താ വരിക? ആർ എച്ച് എസ് റൈറ്റ് ഹാൻഡ് സൈഡ്, ഇക്വേഷനിൽ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള 2xt. സോ 2xt 2 ഇൻറ്റു എക്സ് ടി എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എക്സ് ടി പറഞ്ഞാൽ ബി ആണ്. 2 ഇൻറ്റു ബി 2b. ഷാമിലെ സൗണ്ട് കാൽക്കുലേറ്റ് ദ ഇൻ റേഡിയസ് ഓഫ് എൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇതൊക്കെ ഭയങ്കര സിമ്പിൾ ആണ്. ഇവിടെ ഇൻ റേഡിയസ് കാണുന്നുണ്ടെങ്കിൽ എല്ലാ മക്കൾക്കും അറിയാം. ഇക്വേഷൻ ആർ ഇസ് ഈക്വൽ ടു എ ബൈ എസ്. എസ് എന്ന് പറഞ്ഞാൽ സെമി പെരിമീറ്റർ, ചുറ്റളവിന്റെ പകുതി. അപ്പൊ ചുറ്റളവ് എന്താ ഇവിടെ വരിക? ചുറ്റളവ് 6 + 6 + 6 അല്ല എന്നുണ്ടെങ്കിൽ 3 6 18 അല്ലേ വരിക. സോ അപ്പൊ സെമി പെരിമീറ്റർ, സെമി ചുറ്റളവ് പറഞ്ഞാൽ ചുറ്റളവിന്റെ പകുതി 18ന്റെ പകുതി 9 വരും അല്ലെ. സോ അതേപോലെ തന്നെ ഏരിയ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇക്വേഷൻ അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയന്റെ ഇക്വേഷൻ ആണ് √3/4a². അല്ലെങ്കിൽ മറ്റേ ഇക്വേഷൻ കേട്ടോ, √(s × s - a × s - b × s - ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ അത് ആവശ്യമില്ല. √3/4a². √3/4 a എന്ന് പറഞ്ഞ സൈഡാണ്, സൈഡ് 6 ആണ്. 6² ദാറ്റ് ഈസ് ഈക്വൽ ടു √3/4 ഇൻറ്റു 6ന്റെ സ്ക്വയർ 36. 36ഉം 4ഉം വെട്ടിക്കൂടെ? 36/4 എന്ന് പറയുമ്പോൾ എത്ര വരിക? √3 36/4, 36നെ 4 കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ ഇൻറ്റു 9 എന്ന് വരും. ദാറ്റ് ഈസ് 9√3 എന്ന് വരും ഏരിയ. ഓക്കെ ആണല്ലോ. സോ എസും കിട്ടി, ഏരിയയും കിട്ടി. എന്താ ഇൻ റേഡിയസിന്റെ ഇക്വേഷൻ? ആർ ഇസ് ഈക്വൽ ടു എ ബൈ എസ്. എ എത്രയാണ്? 9√3 ബൈ എസ് എത്ര? 9. സോ ഇവിടുത്തെ 9ഉം ഇവിടുത്തെ 9ഉം വെട്ടിപ്പോയി കഴിഞ്ഞാൽ ബാക്കി √3 എന്ന് വരും. ഇതാണ് ആൻസർ. അത് മനസ്സിലുണ്ടാകും. ഇനി അടുത്ത പ്രൂഫാണ്. പ്രൂവ് ദാറ്റ് ഇൻ എനി ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വിത്ത് ഇൻ റേഡിയസ് ഈസ് ഹാഫ് ദ സർക്യൂംറേഡിയസ്. ഓക്കെ. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഇൻ റേഡിയസും സർക്യൂംറേഡിയസും, ഇൻ റേഡിയസ് സർക്യൂംറേഡിയസിന്റെ പകുതിയാണ് തെളിയിക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ സർക്യൂംറേഡിയസ് ഇൻ റേഡിയസിന്റെ ഇരട്ടിയാണ്. ദാറ്റ് മീൻസ് എന്താ ഇൻ റേഡിയസ് അറിയുമ്പോൾ ഉള്ളിൽ വരക്കുന്ന സർക്കിളാണ് ഇൻ സർക്കിൾ, അതിന്റെ റേഡിയസ് ആണ് ഇൻ റേഡിയസ്. ഇനി ഒരു ട്രയാങ്കിൾ പുറത്തു കൂടെ വരക്കുന്ന സർക്കിളാണ് സർക്കിൾ, പരിവൃത്തം, അതിന്റെ റേഡിയസ് ആണ് സർക്യൂംറേഡിയസ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരും, ഈ മൂലക്കൊക്കെ വരും, മറ്റേ സൈഡുമൊക്കെ വരിക. സോ ഇവിടെ ട്രയാങ്കിൾ ഒക്കെ ഉണ്ടാവും. ഏതായാലും ഇതാണ് സർക്യൂംറേഡിയസ്, പരിവൃത്താരം. ഇപ്പൊ ഇൻ റേഡിയസ് എന്ന് പറഞ്ഞാൽ അന്തർവൃത്താരം, സർക്യൂംറേഡിയസ് എന്ന് പറഞ്ഞാൽ പരിവൃത്താരം. അന്തർവൃത്തം അന്തർ ഉള്ളില്, സർക്യൂംറേഡിയസ് പരിവൃത്തം എന്ന് പറയുമ്പോൾ പുറത്ത്. സോ ഇവിടെ നോക്കിക്കോ, ഇതാ നമ്മുടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണിത്.
ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട്, സൈഡ്സിനൊക്കെ എന്നൊക്കെ വിളിക്കാം, എന്തോ ആയിക്കോട്ടെ. സോ അതിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സെന്ററുകൾ, ഒരു ട്രയാങ്കിളിന് കുറെ സെന്ററുകൾ ഉണ്ട്. ഇൻ സെന്റർ, അതിൽ നിന്നാണ് ഈ ഇൻ സർക്കിൾ വരക്കുക. സർക്കും സെന്റർ, അതാണ് പുറത്തുകൂടെയുള്ള സർക്കിൾ വരക്കുക. ഇനി മീഡിയൻ ഉണ്ട്, എക്സ് സെന്റർ ഉണ്ട്, അതേപോലെ ഓർത്തോ സെന്റർ ഉണ്ട്, ഇങ്ങനെ കുറെ അധികം സെന്ററുകൾ ഉണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ പഠിക്കണ്ട, അതൊക്കെ പലതായി വരും. പക്ഷെ ഇക്വലാറ്ററൽ ട്രയാങ്കിള് സമഭുജ ത്രികോണം എന്ന് പറയുമ്പോൾ എല്ലാ സെന്ററും ഏകദേശം ഈക്വൽ. എക്സ് സെന്റർ അല്ലാത്ത എല്ലാ സെന്ററുകളും ഇക്വലാറ്ററൽ ട്രയാങ്കിൾ സമഭുജ ത്രികോണത്തിൽ ഒരേ പോയിന്റ് കാരണം അത് നല്ലൊരു മെച്ചാണ്. ഒരു ട്രയാങ്കിളിന് ആ പ്രത്യേകത ഇല്ല. സോ ഇവിടെ നോക്കിക്കോ, ഇതിന്റെ സെന്റർ ആണിത്. അപ്പൊ ഇൻ സർക്കിൾ വരക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ റേഡിയസ് അങ്ങോട്ട് എടുക്കണ്ടേ, ഇങ്ങോട്ടല്ലേ എടുക്കണ്ട, സൈഡ് മക്കൾ എടുക്കണ്ടേ, ഇവിടെ തട്ടിയാണ് ഇങ്ങനെയല്ലേ വരക്കുക നമ്മള് ഇൻ സർക്കിൾ. ഇതാണ് ഇൻ റേഡിയസ്. ഇനി അതേപോലെ തന്നെ സർക്കിൾ വരക്കണമെങ്കിൽ നമ്മൾ ഇവിടെ കുത്തിയിട്ട് എങ്ങോട്ട് കോമ്പസിറ്റ് മൂലക്കൊക്കെ അല്ലേ, ഒരു മൂലക്കൊക്കെ നീട്ടിയതല്ലേ, ഇങ്ങനെ മൂലമക്കൂടെ തട്ടിക്കാണ്ടല്ല സർക്കിൾ വരുള്ളൂ. സോ ഇതാണ് സർക്കും റേഡിയസ്. സോ ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ഇത് സർക്കും റേഡിയസ്, ഇത് ഇൻ റേഡിയസ്. ആർക്കരുത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ടോട്ടൽ എല്ലാ ആംഗിളും എത്രയ്ക്ക് 60 60 60. ഈ 60 നമ്മൾ മുറിക്കുന്നതോടെ പകുതിയാവും. അപ്പൊ ഇവിടെ എത്ര വരും പറഞ്ഞാണ്, 30 ആയിരിക്കും വരിക. ഇത് പിന്നെ നേരെ ആയതുകൊണ്ട് 90. അപ്പൊ ഇത് എത്ര വരിക, 60. 90 അങ്ങനത്തെ റേഡിയസ് ആണ്. ഇത് ടാൻജന്റ് ആണ് സർക്കിളിന്റെ റേഡിയസ് ടാൻജന്റ് നമ്മൾ ആംഗിൾ 90. സോ ഇവിടെ 30 60 90 എന്ന റേഷ്യോ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. 30 60 90 1:√3:2 അല്ലെ. സോ 30ന്റെ ഓപ്പോസിറ്റ് എന്താടാ, 1 അല്ലല്ലോ, 6 അല്ലേ, 6:6√3:2 ആണോ അല്ലേ. അപ്പോ 60ന്റെ ഓപ്പോസിറ്റ് 6√3 എന്നും 90ന്റെ ഓപ്പോസിറ്റ് 2R എന്നാ വരേണ്ടത്. ദാറ്റ് മീൻസ് 60ന്റെ ഓപ്പോസിറ്റ് 6√3, 90ന്റെ ഓപ്പോസിറ്റ് 2R ഉണ്ടോ. ഇവിടെ ഒരു പരിപാടി കിട്ടിയുണ്ടോ, ഇവിടെ നമുക്കറിയാതെ 2R അല്ല സർക്കും റേഡിയസ് ആണെന്നുള്ളത് മുന്നേ അറിയാം. അതുകൊണ്ട് രണ്ടും സെയിം ആണ്. സർക്കും റേഡിയസ് പരിവൃത്താരം = 2 × ഇൻ റേഡിയസ് അന്തർവൃത്താരം. ഇനിയിപ്പോ നമ്മൾ പറഞ്ഞ പ്രൂഫൊക്കെ എത്തിക്കണമെങ്കിൽ രണ്ടും കെട്ടിട്ടാൽ മതി. അപ്പൊ എന്ത് വരും, തിരിച്ചെഴുതിയ R = R/2 എന്ന് വരും. അഥവാ സർക്കും റേഡിയസിന്റെ ഹാഫ് പകുതിയാണ് ഇൻ റേഡിയസ്, പരിവൃത്താരത്തിന്റെ പകുതിയാണ് അന്തർവൃത്താരം. സോ ദെർഫോർ ഇത് പ്രൂഫ് ചെയ്ത് ഭയങ്കര സിമ്പിൾ ആണ്. ഈ റേഷ്യോ ആണ്. ഈ വർഷം ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇതുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ 30 60 90 എന്ന റിലേഷൻ ഉണ്ട്, ഇതുണ്ടായതുകൊണ്ടാണിത്. അപ്പോ ആ ക്വസ്റ്റ്യനിൽ അത് റീസൺ ഒക്കെ ആയിരുന്നു. 30 60 90 റേഷ്യോ തന്നിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു ബന്ധം അതുമായിട്ട് ഉണ്ടാവും മിക്കവാറും ഈ റീസൺ ആയിട്ട് തരുന്ന സാധനത്തിന്. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. BPS എത്രയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ BPS ഒക്കെ എവിടെ, ഇതാ BPS എത്ര. അതേപോലെ തന്നെ ABP ഇത് രണ്ടുമാണ് കിട്ടേണ്ടത്. ഇതെല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കണോ. ഇത് ഒരു ലീനിയർ പെയർ ആണ്. സോ അതുകൊണ്ട് നമുക്ക് ഇത് പറയാൻ പറ്റും എത്ര, ഇത് 75 വരിക. കാരണം ഇത് രണ്ടും കൂടി കൂട്ടിയ 180 ആണ്. ഇനി ഇതേപോലെ തന്നെ ഇത് ഓപ്പോസിറ്റ് ആംഗിൾ ആണ്. അപ്പോ അത് എത്ര വരിക, 105 അല്ല സോറി 95 വരുള്ളൂ, 95 ആർക്കരുത്. ഇനി നമുക്ക് കിട്ടേണ്ടത് എന്താ, BPS കിട്ടി. ഓക്കെ, ഫൈൻഡ് ദ മെഷേഴ്സ് ഓഫ് ക്വാഡ്രിലാറ്ററൽ PQRS. PQRS പറയുമ്പോൾ ഇതാണ് PQRS. ഇതിന്റെ കിട്ടണം തന്നെ സിമ്പിൾ ആണ്, ഭയങ്കര സിമ്പിൾ ആണ്. എന്താ കാട്ടണ്ടേ, ഇത് 85 എന്നല്ലേ വരിക ലീനിയർ പെയർ. അപ്പൊ ഇതെത്ര വരിക, 95 ഓപ്പോസിറ്റ്. ഇതിൽ തന്നെ ഇത് 75 ആണെങ്കിൽ ഇവിടെ 105, ഇത് വീണ്ടും 75, ഇത് വീണ്ടും 105. ഇതൊക്കെ അറിയാന്ന് പ്രതീക്ഷിക്കണം. ഉണ്ടോ, ഓപ്പോസിറ്റ് സപ്ലിമെന്ററി, ഇത് ലീനിയർ പെയർ സപ്ലിമെന്ററി, ഇത് വീണ്ടും ഓപ്പോസിറ്റ് സപ്ലിമെന്ററി, ഇത് വീണ്ടും ലീനിയർ പെയർ സപ്ലിമെന്ററി. അപ്പൊ ഇത് വീണ്ടും ഇവിടെ എന്താ വരിക, 85, ഇത് 95, ഇത് 75, ഇത് 105. ഇതൊരു ക്വാഡ്രിലാറ്ററൽ ആണെന്ന് തെളിയിക്കാൻ ഭയങ്കര സിമ്പിളാ. ABCD ഒരു ക്വാഡ്രിലാറ്ററൽ ആണെന്ന് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ ഇതാ, ഇത് 85, ഇതിന് നേരെ ഓപ്പോസിറ്റ്. ഈ വലുതൊരു ക്വാഡ്രിലാറ്ററൽ ആണ്, അതോ വലിയൊരു സർക്കിളിന്റെ ഉള്ളിൽ വരക്കാൻ പറ്റുന്നതാണ് തെളിയിക്കേണ്ടത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ 85, ഇതിന്റെ ഓപ്പോസിറ്റ് 95. കണ്ടോ, ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി. ഇത് 75, ഇതിന്റെ ഓപ്പോസിറ്റ് 105, ഇതും സപ്ലിമെന്ററി. ഇങ്ങനെ എഴുതി പോയാൽ മതി. ഇത് അറിയാൻ പ്രതീക്ഷിക്കുന്ന ഈ പാറ്റേൺ. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇനി കോമൺ ആയിട്ടാണ് ചോദിക്കണമെന്ന് മനസ്സിലാക്കുക. ഇത് X, അപ്പൊ ഇത് 180 - X. കാരണം എന്താ, ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി. എതിർകോണുകൾ, ചക്രീയ ചതുർഭുജത്തിന്റെ എതിർകോണുകൾ അനുപൂരകമാണ്. അപ്പൊ ഇത് വീണ്ടും X. കാരണം എന്താണ്, ഒരു രേഖീയ ജോഡി അല്ലെങ്കിൽ ലീനിയർ പെയർ ഉണ്ട്, ഒരു വരയാണ്, വരമത്തെ 2 ആംഗിൾ ആണ് അല്ലെ. ഇനിയിപ്പോ ഇത് വീണ്ടും ഇതേ പരിപാടി പ്രോസസ്സ് വീണ്ടും കണ്ടിന്യൂ.
വേണമെന്നുണ്ടെങ്കിൽ വൈ ഒക്കെ വെച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ തന്നെ ഒരു പേര് കിട്ടിയാണ്. ഇതാ ആംഗിൾ എയും ആംഗിൾ സിയും കൂട്ടി എത്ര വരിക? ആംഗിൾ എ പ്ലസ് ആംഗിൾ സി. ഇതൊക്കെ എടുത്ത് എഴുതി വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിട്ട്. ഇതൊക്കെ വെറുതെ ചിത്രം എടുത്ത് എഴുതാനേ ഉള്ളൂ. എക്സ് പ്ലസ് 180 മൈനസ് എക്സ് പ്ലസ് എക്സും മൈനസ് എക്സും വെട്ടിപ്പോയാൽ ബാക്കി 180 ഡിഗ്രി എന്ന് വരും. ആണോ അല്ലേ? സോ അതെന്താണ്? സപ്ലിമെന്ററി അല്ല, ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആണ്, അനുപൂരകമാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഓക്കെ, സോ ദെൻ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മള് നമ്മുടെ പ്രൂഫുകളുടെ മോഡൽ എക്സാം സ്പെഷ്യൽ ഇത് ചെയ്തിരുന്നത് ഞാൻ പറഞ്ഞു ആദ്യം തന്നെ. മാത്സരയുടെ യൂട്യൂബ് ചാനലിൽ പ്ലേലിസ്റ്റിൽ പ്രൂഫുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇതുണ്ട്. അപ്പൊ അതിൽ പോയി കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. ഇതെങ്ങനെ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 2 പേരെ വരക്കണം. പിന്നെ എപ്പോഴും അറിയേണ്ട ഒരു കാര്യം, ഒരു റൈറ്റ് ട്രയാങ്കിൾ, ഒരു ആംഗിൾ 90 ആണ്. അപ്പൊ ഇത് എക്സ് ആണെങ്കിൽ ഇത് വീണ്ടും 90 മൈനസ് എക്സ് മറക്കരുത്. സോ അപ്പൊ അങ്ങനെയാണെങ്കിൽ എപ്പോഴും ആലോചിച്ചത്, കാരണം എന്താ, ഒരു ആംഗിൾ 90 ടോട്ടൽ 180 അല്ലേ വരിക, 3. അതിൽ ഒരു ആംഗിൾ 90 പോയാൽ ബാക്കി 2 ആംഗിളും പടഞ്ഞ് 90 ബാക്കിയുള്ളൂ. അപ്പൊ ഇത് എക്സ് ആണെങ്കിൽ ഇത് 90 മൈനസ് എക്സ്. അത് എപ്പോഴും അങ്ങനെയുണ്ടോ റൈറ്റ് ട്രയാങ്കിൾ? സോ ഇവിടെ അത് പരീക്ഷിച്ച് നോക്കാം. ഇത് 90 ആണ്, ഇത് 90 ആണ്, പെർപെൻഡിക്കുലർ ആണെന്ന് നടക്കണം. അപ്പൊ ഈ ആംഗിൾ ഞാൻ എക്സ് എന്ന് വിളിച്ചു. പേരെ കൊടുക്കുകയാണെങ്കിൽ, പേരുണ്ടോ ചിത്രത്തില്? സോ നോക്കിക്കോ, ഇത് എക്സ് ആണെങ്കിൽ ആർക്കെങ്കിലും പറയാൻ പറ്റും. വേറെ ഏതൊരു ആംഗിളും കൂടി എക്സ് ഉണ്ട്. ഇത് എക്സ് അല്ലേ വരിക? ഞാൻ അത് എക്സ് ആണെന്ന് പറയണം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണം. കാരണം എന്താണ്, എയിൽ തുടങ്ങി സിയിൽ അവസാനിക്കുന്ന 2 ആംഗിളെ ഞാൻ കണ്ടിട്ടുള്ളത്, എ ഡി സി എ ബി സി. ഇത് 2 ഈക്വൽ ആണ്, ആണോ അല്ലേ? ഒരേ ഡയറക്ഷനൊക്കെയാണ്. നേരെ അതിന്റെ ഓപ്പോസിറ്റ് എന്തിച്ചു നോക്കി, ഈ ബി ആർ ഡി ആണ് ആർക്കിന്റെ 2 അറ്റാണ്, ബിയും ഡിയും. ഇവിടെ ബിയിൽ തുടങ്ങി ഡിയിൽ അവസാനിക്കുന്ന ആംഗിൾസ് ഏതൊക്കെ? ബി സി ഡി, ബി എ ഡി. അപ്പൊ ഇത് 2 ഈക്വൽ ആണ്. ഇത് എത്രയെന്ന് പറയാൻ പറ്റുമോ? ഇത് റൈറ്റ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ഇത് എക്സ് ആണെങ്കിൽ ഇവിടെ 90 മൈനസ് എക്സ്. അപ്പൊ ഇതും എന്ത് തന്നെയാണ്? 90 മൈനസ് എക്സ്. മറക്കരുത്. അപ്പൊ ഇത് എഴുതി വെക്കാം. ഇനി what is central angle of arc AQC? AQC ആണ് ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ പറയാൻ പറ്റും. ഈ AQC ആണ് ആർക്കിന്റെ. ഇത് 3 സർക്കിളും ഒക്കെ ഉണ്ടാകുന്നത് എക്സ് അല്ലേ? അപ്പൊ സെന്റർക്ക് എന്താ ഉണ്ടാകുക? അതിന്റെ ഡബിൾ അല്ലേ ഉണ്ടാകുക? അപ്പൊ നിങ്ങൾക്ക് 50 ഉണ്ടാണെങ്കിൽ ഇവിടെ സെന്ററിൽ 100 വരണ്ടേ? അതല്ലേ ഐഡിയ. അതാ ഒരു ആർക്ക്. ഇവിടെ സെന്ററിൽ 100 വന്നാലല്ലേ അതിന്റെ പകുതി ഇവിടെ 50 വരുള്ളൂ. അത് സൈഡ് കഴിഞ്ഞല്ലേ ഉള്ളൂ. സോ AQC എപ്പോഴും മനസ്സിലാക്കുക, അത് പോണ ആംഗിൾ ആയിട്ടുള്ള എക്സിന്റെ ഡബിൾ 2x. ഇതേപോലെ തന്നെ സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് BRD എന്ത് കാരണം? BRD പോണ ആംഗിൾ ഏതാ? 90 മൈനസ് എക്സ് അല്ലേ? സോ അതിന്റെ ഡബിൾ 2 ഇൻറ്റു 90 മൈനസ് എക്സ് ആയിരിക്കും അതിന്റെ സെൻട്രൽ ആംഗിൾ. എങ്ങനെ കിട്ടുക കണ്ടില്ലേ? ഇത് സർക്കിൾ നമുക്ക് 90 മൈനസ് എക്സ്. അപ്പൊ സെന്റർക്ക് എന്ത് കാരണം? അതിന്റെ ഡബിൾ വരണ്ടേ? ഇതിന്റെ ഡബിൾ വരണ്ടേ? സോ ഇത് അറിയാന്ന് പ്രതീക്ഷിക്കണം. സെൻട്രൽ ആംഗിൾ എപ്പോഴും ഡബിൾ വരും. ഇതെന്താ? 2 ഇൻറ്റു 90 മൈനസ് എക്സ്. 2 ഇൻറ്റു 90 180 മൈനസ് 2 ഇൻറ്റു എക്സ് 2x. സോ ഇത് രണ്ടൊന്ന് കൂട്ടി നോക്കി. ആർക്ക് AQC പ്ലസ് ആർക്ക് BRD കൂട്ടി എന്താ വരിക? 2x പ്ലസ് 180 മൈനസ് 2x. 2xും മൈനസ് 2xും വെട്ടിപ്പോലെടാ. 2xും മൈനസ് 2xും വെട്ടിപ്പോയാൽ ബാക്കി എന്താ ഉള്ളത്? 180 അല്ലേ? ആൻസർ ഈസ് ഓപ്പോസിറ്റ്സ് ഇതാ 180. അപ്പൊ ഈ ഒരു ആർക്ക് ഇവിടെ എന്താ സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ആർക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു ആർക്ക് ഉണ്ടോ, അതേപോലെ തന്നെ ഈ ഒരു ആർക്ക് ഉണ്ടോ, ഈ 2 ആർക്കുകളും കൂടി കൂട്ടിയാൽ ഒരു സെമി സർക്കിൾ കിട്ടുന്നതാണ് തെളിയിക്കേണ്ടത്. സർക്കിളിന്റെ പകുതി അർദ്ധവൃത്തം. എല്ലാവർക്കും അറിയാം വൃത്തത്തിന്റെ സെൻട്രൽ ആംഗിൾ 360 ആണ്. അപ്പോ അർദ്ധവൃത്തത്തിന്റെ സെൻട്രൽ ആംഗിൾ തന്നെയാണ് 180. അത് നമുക്ക് കിട്ടിയത് അത് തന്നെയാണ്. സോ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ആരുടെ സെൻട്രൽ ആംഗിൾ ആണ്? കേന്ദ്രകോണാണ്, സെമി സർക്കിൾ. അഥവാ ഇത് രണ്ടും കൂട്ടി വെച്ചപ്പോ നമുക്ക് കിട്ടുന്നത് ആരുടെ സെൻട്രൽ ആംഗിൾ ആണ്? ഈ 2 വളപ്പൊട്ടുകൾ കൂട്ടി വെച്ചാൽ നമുക്ക് കിട്ടുക ഒരു പകുതി വളയാണ് കിട്ടുക. ഫുൾ വളയില്ല, പകുതി വള. കാരണം അതിന്റെ സെൻട്രൽ ആംഗിൾ നമുക്ക് കിട്ടി 180 ആണ്. 2 കൂടി കൂട്ടിയപ്പോ കിട്ടിയത്. ഇതാണ് തെളിയിക്കാനുള്ളത്. സോ വൃത്തിക്ക് എഴുതി വെക്കുക. സോ ദെൻ അതിനുശേഷം നമ്മൾ പോകുന്നത് ഇതാ ഈ ലൈനിന്റെ ഇക്വേഷൻ എങ്ങനെ കാണാം? ആദ്യം സ്ലോപ്പ് കാണണം, ചരിവ് M കാണണം. സ്ലോപ്പ് കാണുന്ന പറയുമ്പോൾ ഇതിനെ x1 y1 ആയിട്ടും ഇതിനെ x2 y2 ആയിട്ട് കൊടുക്കുക. സോ ഇക്വേഷൻ അറിയാവുന്ന പ്രതീക്ഷിക്കുന്നു. y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. അതിലുപരി നിങ്ങൾ പഠിക്കേണ്ടത് y2 മൈനസ് y1. ഈ y നീ y കുറക്കണം, അവിടുത്തെ ചേഞ്ച് ആണത്. ചേഞ്ച് ഇൻ y ബൈ
ചേഞ്ച് ഇൻ എക്സ്. അഥവാ എപ്പോഴും ഒരു സ്ലോപ്പിൽ മേലെ ഉണ്ടാകുക വൈയിൽ എന്ത് മാറ്റമാണ് സംഭവിച്ചത്, ബൈ എക്സിൽ എന്ത് മാറ്റമാണ് സംഭവിച്ചത്. ഈ ഐഡിയ ഒരു കുട്ടിക്ക് ഉണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൻസേഴ്സ് ഒക്കെ പെട്ടെന്ന് പറയാൻ പറ്റും. ഐഡിയ ഞാൻ പറഞ്ഞുതരാം. y2 മൈനസ് y1 എന്ന് പറയുമ്പോൾ 7 മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 മൈനസ് മൈനസ് 1 ആണല്ലേ. നോക്കി കേട്ടോ. സോ 6/3 എന്ന് വരും. മൈനസ് മൈനസ് അടുപ്പിച്ച് പ്ലസ് ആയി. സോ 6/3 എന്ന 2 സ്ലോപ്പ് കിട്ടി. സ്ലോപ്പ് ഒരു കാര്യം മനസ്സിലാക്കേണ്ട, ഈ സ്ലോപ്പ് ആയിട്ട് വരുന്ന 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2/1, രണ്ടിനെ ഒന്നുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. സോ 2/1 ചെയ്താ മനസ്സിലാക്കേണ്ട ഈ മേലുള്ളത് എന്താണ്, വൈയിലുള്ള ചേഞ്ചും താഴെയുള്ളത് എക്സിലുള്ള ചേഞ്ചും. അതിന്റെ ഐഡിയ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ലൈനത്തെ ഒരു പോയിന്റ് ആണ് 27. അടുത്ത 2-3 പോയിന്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സിമ്പിളാ. അതിന്റെ ഐഡിയ ഇട്ടാൽ മതി. ഇവിടെ എം എന്നല്ലേ, ഇതെന്താണ്, വൈയിലുള്ള ചേഞ്ച് ആണ് 2 ആണോ അല്ലേ. സോ വൈയിലൊരു 2 കൂട്ടി കാണി. അപ്പൊ എത്ര വരിക, 9. അതേസമയം എക്സിലുള്ള ചേഞ്ച് എന്താ, 1 അല്ലേ. അപ്പോ വൈയിൽ 2 കൂടുമ്പോ 1 എക്സിൽ എത്ര കൂടണം, 1 കൂടണം. അപ്പൊ 1 കൂട്ടി എത്ര വരിക, 3 ഉണ്ടോ. അടുത്ത പോയിന്റ് കിട്ടി. ഇനി അടുത്ത വേണോ. അപ്പൊ വൈയിൽ എപ്പോഴും 2 കൂടുമ്പോ എക്സിൽ 1 കൂട്ടുക. വൈ 2 ഒന്നുകൂടി കൂട്ടി നോക്കി, 9ക്ക് 2 കൂട്ടിയ 11. അതേസമയം എക്സ് 1 കൂട്ടി നോക്കി 4 ഉണ്ടോ. എത്ര പോയിന്റ് ആണെങ്കിലും ഭയങ്കര സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കുക, ഈ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ, തലയിലുണ്ടെങ്കിൽ. സോ ഏതായാലും നമുക്ക് ഇപ്പൊ ആവശ്യമില്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. സോ 2നെ 2/1 ചെയ്തോട്ടോ. എന്താ പോകത്ത കുത്തിയറിഞ്ഞാൽ പോകണ്ടിരുന്നോ. ആയിക്കോ. ഇനി മനസ്സിലാക്കേണ്ട കാര്യം പിന്നെപ്പോ എന്താ, അപ്പൊ ആദ്യം ലൈനുമായിട്ട് ബന്ധപ്പെട്ട് എന്താണെങ്കിലും ആദ്യ ഇക്വേഷനോട് കാണാം. എന്താ ഇക്വേഷൻ, എം ഇസ് ഈക്വൽ ടു y മൈനസ് y1 ബൈ എക്സ് മൈനസ് x1. ചില ആൾക്കാര് y മൈനസ് y1 ഇസ് ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1 എന്ന് ചെയ്യുന്ന ആൾക്കാരുണ്ട്. രണ്ട് സെയിം ആട്ടോ. അപ്പൊ ആദ്യം ഈ ഇക്വേഷൻ കാണുവാണെങ്കിൽ ആദ്യം നിങ്ങളുടെ കയ്യിൽ സ്ലോപ്പ് വേണം. സ്ലോപ്പ് കയ്യിലുണ്ട്. ഇനി ഈ ലൈനത്തെ ഏതെങ്കിലും ഒരു പോയിന്റ് വേണം. 2 പോയിന്റ് അതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു പോയിന്റ് എടുത്തോളി. -1 എടുക്കാം, 2 7 കൊടുക്കാം. ഏത് കൊടുക്കാം, ഞാൻ -1 എടുത്തു, കുഴപ്പമൊന്നുമില്ലല്ലോ. സോ ഇത് x1 ഇത് y1 ആക്കി വെക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. സോ സ്ലോപ്പ് എന്താ, 2 ഈക്വൽ ടു y മൈനസ് y1 എന്താടാ, ഇവിടുത്തെ അല്ലേ y1. സോ y1 എന്ന് പറഞ്ഞാൽ 1 ബൈ എക്സ് മൈനസ് x1 എന്താ, -1 അല്ലെ. ഓൾറെഡി മൈനസ് ഉണ്ട്. അപ്പൊ -1 വേറെ മൈനസ് ഉണ്ട്. അപ്പൊ എന്ത് വന്നു, 2 is equal to y minus 1 by x plus 1. ഇത് രണ്ടാൾക്കാരല്ലേ. സോ ഈ സാധനത്തിന് അടിയിലുള്ള ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയി. ചിലപ്പോ ഇവിടെ ഫ്രാക്ഷൻ ആണെങ്കിൽ നേരെ ക്രോസ് ചെയ്യലാണ് സാധാരണ. സോ ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ എന്താ വരിക, 2 ഇൻറ്റു എക്സ് പ്ലസ് 1 ബൈ എക്സ് പ്ലസ് 1 അങ്ങോട്ട് വരുമ്പോൾ ഇൻറ്റു എക്സ് പ്ലസ് 1 ഈക്വൽ ടു y minus 1. 2 ഇൻറ്റു എക്സ് 2x പ്ലസ് 2 ഇൻറ്റു 2 2 2 ഇൻറ്റു 1 2 ഈക്വൽ ടു y minus 1. -1 എല്ലാവരും ഇങ്ങോട്ട് തട്ടി നോക്കി. എക്സിന്റെ ടേം എന്തായാലും ഉണ്ടല്ലോ അവിടെ. 2x പ്ലസ് 2 പ്ലസ് y ഇങ്ങോട്ട് വന്ന -y -1 ഇങ്ങോട്ട് വന്ന +1 ആണോ അല്ലെ. സീക്വൽ ടു ഇവിടെ ആരുമില്ല, എല്ലാരും ഇങ്ങോട്ട് തട്ടി. അല്ല അത് ഇത്രയും കാണണ്ട, ഞാൻ പിന്നെ ഇതിങ്ങനെ പറഞ്ഞു പോകണം. സോ ദെൻ ഏതായാലും ഇവിടെ 2x -y പ്ലസ് 2 പ്ലസ് 1 കൂട്ടിയ +3 ഈക്വൽ ടു 0. അങ്ങനെ ഒരു ഇക്വേഷൻ ഫോം ആയി. ഇക്വേഷൻ ഫോം ആയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പോയിന്റ് ഈ ലൈനിൽ ഉണ്ടോ എന്ന് തെളിയിക്കണം. അപ്പൊ നമുക്ക് ലൈനിലുള്ള ഏതൊരു പോയിന്റ് നമ്മൾ സാധാരണ കൺസിഡർ ചെയ്യാറുള്ളത് x, y ആയിട്ടാണ്. ഇനി എക്സിന്റെയും വൈന്റെയും പകരം നമ്മളിപ്പോ ഏത് പോയിന്റ് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ x+1 ബ്രാക്കറ്റ് ഇടാൻ പാടില്ല, y+2 ഈ 2 പോയിന്റാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ആണോ അല്ലേ. അപ്പൊ ഇതിലുണ്ടോ നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സിലോടത്ത് x+1 വൈയിലോടത്ത് y+2 കൊടുക്കണം. സോ ഇക്വേഷൻ എന്താവും, 2 ഇൻറ്റു x+1 മൈനസ് y എന്താ, വൈന്റെ പകരം y+2 പ്ലസ് 3 ഈക്വൽ ടു 0. അപ്പൊ എന്താ വരിക, 2 ഇൻറ്റു എക്സ് 2x പ്ലസ് 2 ഇൻറ്റു 1 2 മൈനസ് മൈനസ് ഇൻറ്റു y മൈനസ് ഇൻറ്റു 2 -2 പ്ലസ് 3 ഈക്വൽ ടു 0. 3ക്ക് ഒന്നും പറ്റിയിട്ടില്ല. സോ മക്കളെ ഇവിടെ ഒരു +2 ഇവിടെ ഒരു -2 വെട്ടിപ്പോയില്ലേ. ബാക്കിയൊന്ന് പറഞ്ഞാണേ, 2x -y പ്ലസ് 3 ഈക്വൽ ടു 0. എടാ ഇതന്നെ അല്ലടാ നമ്മൾ കണ്ടുപിടിച്ച ഇക്വേഷൻ. എക്സിന്റെ പകരം x+1 വൈന്റെ പകരം y+2 കൊടുത്തപ്പോ ഇക്വേഷനിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചോ, ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല. സോ x+1 y+2 ഇതേ പോയിന്റിലുണ്ട്. അഥവാ ലൈനുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാണില്ല ഒന്നും അറിയില്ലാന്നുണ്ടെങ്കിൽ ഇക്വേഷനെങ്കിലും കണ്ടുപിടിച്ചേക്കാം, മറക്കരുത്. സോ ഇതും അതേപോലെ തന്നെയാണ്. ഇതിൽ ചോദിച്ചിരിക്കുന്നത് ഇതേ ലൈൻ തന്നെയാണ്, ഇതേ ഇക്വേഷൻ തന്നെയാണ്. സോ ഇക്വേഷൻ ഞാൻ മാറ്റണില്ല, ഇക്വേഷൻ കണ്ടുപിടിച്ചത് ഒരു സെയിമാ. 2x -y പ്ലസ് 3 ഈക്വൽ ടു 0. ഇതിലുള്ള ഒരു പോയിന്റ് ആണ് x, 2x പ്ലസ് 3 എന്ന് തെളിയിക്കാനാ പറഞ്ഞേ. അപ്പൊ തെളിയിക്കണമെന്നുണ്ടെങ്കിൽ സാധാരണ പോയിന്റുകൾ എന്താ ഉണ്ടാകുക, എക്സും വൈ ഉണ്ടാകുക അല്ലെ. x, y ഏതെങ്കിലും ഒരു പോയിന്റ് കോർഡിനേറ്റ്, അതിന്റെ പകരം നമ്മൾ x, 2x പ്ലസ് 3 എടുക്കണം. അഥവാ എക്സിലോടത്ത് x തന്നെ
വൈയിലോടത്ത് 2x+3 എന്ന് കൊടുക്കണം. അപ്പൊ എന്താ വരിക ഇക്വേഷൻ പറഞ്ഞാണ്? ഇക്വേഷൻ എന്ന് പറഞ്ഞാണ് 2x മൈനസ് വൈന്റെ പകരം 2x+3 ഉണ്ടായിട്ടുണ്ടായതുകൊണ്ട് ബ്രാക്കറ്റ് ആണ് +3 = 0. നോക്കിക്കോ, 2x -2x -2x -3 -3 പിന്നെ ഒരു +3 പുറത്തുണ്ട് അല്ലെ. ആട്ടെ ഗൊമ്മള് ഇത് രണ്ടും വെട്ടിപ്പോലെ 2x -2x 0 -3 +3 അത് വലിയ സംഖ്യ +1 വെട്ടിപ്പോയി. നോക്കിയാൽ 500 രൂപ ഒന്നും കുറച്ച് വേണ്ടത് തിരിച്ചു വാങ്ങി. നിങ്ങൾക്ക് ഒരു ഉപകാരം ഉണ്ടായതില്ല, നഷ്ടം ഉണ്ടായതില്ല. സോ ടാലി ഇട്ടിട്ട് പോയി. സോ ദെൻ ദാറ്റ് മീൻസ് ഫോർ 2x -2x 0 -3 +3 അത് വീണ്ടും 0 = 0. ദാറ്റ് ഈസ് അപ്പുറത്തും ഇപ്പുറത്തും എന്താ കിട്ടിയത്? സെയിം തന്നെയാണ് കിട്ടിയത്. ദാറ്റ് മീൻസ് x, 2x+3 ലൈനിലുണ്ട്. ഇനി ഇതെങ്ങനെ ചെയ്യാം? ഫൈൻഡ് ഔട്ട് ദി ലെങ്ത് ഓഫ് AB. ABയുടെ ലെങ്ത് കാണണം. ലെങ്ത് കാണണമെങ്കിൽ എന്താ കാട്ടണ്ടേ? ഡിസ്റ്റൻസ് ഫോർമുല അല്ലേ? √(x2 - x1) ഹോൾ സ്ക്വയർ + y2 - y1 ഹോൾ സ്ക്വയർ ചെയ്താൽ മതി. നിങ്ങൾക്ക് കിട്ടുന്ന ലൈൻ ലെങ്ത് ഞാൻ പറയട്ടെ, ഈ ലൈനിന്റെ ലെങ്ത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. √(x2 - x1) ഹോൾ സ്ക്വയർ + y2 - y1 ഹോൾ സ്ക്വയർ ചെയ്യാം. സോ ദ ആൻസർ ഈസ് 10 എന്നിട്ട്. പിന്നെ ഒരു കാര്യം ആലോചിക്കോ, ഒരു സർക്കിളില് സെമി സർക്കിളിലുള്ള ആംഗിൾ അപ്പോൾ എത്ര കാര്യം? 90. ഒരു ആംഗിൾ 90 ആണെങ്കിൽ ട്രയാംഗിൾ എന്ത് ട്രയാംഗിളാ? റൈറ്റ് ട്രയാംഗിൾ അല്ലേ. അപ്പൊ എപ്പോഴും സെമി സർക്കിളത്തെ ആംഗിൾ റൈറ്റ് ട്രയാംഗിൾ ആയിരിക്കും. 90ന്റെ ഓപ്പോസിറ്റ് ഉള്ളതായിരിക്കും അവിടുത്തെ ഡയമീറ്റർ. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോ ഒരു റൈറ്റ് ട്രയാംഗിൾ എവിടെ ഉണ്ടാകുക? റൈറ്റ് ട്രയാംഗിൾ എവിടെ ഉണ്ടാകുക? സെമി സർക്കിളിൽ ഉണ്ടാകുക. അപ്പൊ 90ന്റെ ഓപ്പോസിറ്റ് ഉള്ളതാണ് അതിന്റെ ഡയമീറ്റർ. ഇതേപോലെ തന്നെ ഇവിടെയും എപ്പോഴും മനസ്സിലാക്കുക, ഒരു റൈറ്റ് ട്രയാംഗിളിന്റെ സർക്കും സെന്റർ വരെ അതിന്റെ ഹൈപ്പോട്ടിന്യൂസിന്റെ മിഡ് പോയിന്റിലാണ്. മറക്കണ്ട. കാരണം സെമി സർക്കിൾ ആംഗിൾ ആണ് 90. അപ്പൊ ഇവിടെ ഒരു ഡയമീറ്റർ ആണ്. അപ്പൊ ഡയമീറ്റർ 10 നീട്ടി. അപ്പൊ റേഡിയസ് കണ്ടുകൂടാ. റേഡിയസ് എത്ര കാരം വരിക? അതിന്റെ പകുതി 5 അല്ലേ വരിക. ഇനി കോർഡിനേറ്റ്സ് ഓഫ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ. സർക്കിളിന്റെ സെന്ററിന്റെ കോർഡിനേറ്റ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ വരയുടെ സെന്റർ ഉണ്ടാ പോലെ. ഈ വരയുടെ സെന്റർ എന്താ വരിക? അറിയാന്ന് പ്രതീക്ഷിക്കണം. മിഡ് പോയിന്റ് കാണാനുള്ള ഇക്വേഷൻ x1 + x2/2 y1 + y2/2 ഇത് വെച്ച് ചെയ്യാം. x1 0 + 8 അതിന്റെ പകുതി 0ന്റെ 8ന്റെയും പകുതി 4 6ന്റെയും 0ന്റെയും സെന്റർ 3 ആണോ അല്ലെ? 4 3 അല്ലേ വരിക. ഡൗട്ട് ഒന്നും ഇല്ലാന്ന് പ്രതീക്ഷിക്കണം. ഇപ്പൊ ഉണ്ടെങ്കിലും കാര്യമൊന്നുമില്ല, മിഡ് പോയിന്റ് ആണ്. ഇതൊക്കെ അറിയാൻ ഭയങ്കര ബേസിക് ആയിട്ടുള്ള കാര്യം. ഇനി ഇതിങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ പോലെ തന്നെ ഇവിടുത്തെ ഇപ്പൊ എന്തൊക്കെ കിട്ടി എന്ന് പറഞ്ഞാണേ. സർക്കിളിന്റെ സെന്ററിനെയാണ് സാധാരണ നമ്മൾ A, B എന്ന് വിളിക്കില്ല. കിട്ടിയില്ലേ? 4 3. സർക്കിളിന്റെ റേഡിയസിനെയാണ് 6 എന്ന് വിളിക്കുക. അത് 5 കിട്ടിയില്ലേ? ഒരു സർക്കിളിന്റെ റേഡിയസ് എന്താ? x - a ഹോൾ സ്ക്വയർ പ്ലസ് മറക്കണ്ട y - b ഹോൾ സ്ക്വയർ = r² എന്നല്ലേ? ഇതാണ് ചെയ്താൽ മതി. ഇതെന്താ? x - a എന്താ? 4 ഹോൾ സ്ക്വയർ പ്ലസ് y - b എന്താ? 3 ഹോൾ സ്ക്വയർ റേഡിയസ് എന്താ? 5. അപ്പൊ 5² സോ x - 4 ഹോൾ സ്ക്വയർ എങ്ങനെ പഠിക്കാം? ഞാൻ നേരത്തെ ഒരു പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ x ചെയ്ത സ്ക്വയർ ഇടുക, 4 ചെയ്ത സ്ക്വയർ ഇടുക. ഇത് രണ്ടാളും പ്ലസ് വരിക. ഇവിടുത്തെ ആൾക്കാർ കാര്യങ്ങൾ കൺഫ്യൂഷൻ. അപ്പൊ ഇവിടെ മൈനസ് അല്ലേ? അപ്പൊ ഇവിടെ മൈനസ്. എന്താ ട്രിക്ക് പറഞ്ഞ് പൊട്ടിച്ചാൽ ഇവിടെ ഉള്ള എല്ലാ കാര്യങ്ങളും ഗുണിക്കുക. അപ്പൊ എന്ത് വരും? 2 × x × 4 എന്ന് വരും. ആണോ അല്ലേ? പിന്നെ ആ 4ന് മൈനസ് ഉണ്ട്. ആ മൈനസ് ആണ് മുന്നേക്ക് ചേർന്ന് പ്ലസ് y - 3 അങ്ങനെ പൊട്ടിക്കാം. y² പുറത്ത് 3² ഇവിടെയാണ് വരിക. മൈനസ് ആണ് സെന്ററിൽ. മൈനസ് 2 × y × 3 = 5 സ്ക്വയർ 25. x² - 8x + 16 + y² - 6y + 9 = 25. എടാ ഈ 16 19 കൂട്ടിയാൽ എത്ര വരിക? x² - 8x ബാക്കി + y² - 6y 16 9 കൂട്ടിയാൽ 25 അല്ലേ? ഈ 25 ഇങ്ങോട്ട് തട്ടി എന്താ സംഭവിക്കാം? ഇവിടെ ഒരു 25 അല്ലേ? അതിനെ ഇങ്ങോട്ട് തട്ടിക്കഴിഞ്ഞാൽ +25 - 25 = 0. സോ ഇത് രണ്ടും വെട്ടിപ്പോകൂലേ? സോ ബാക്കി എന്താ ഉണ്ടാക്കുക? സ്ക്വയർ ഉള്ള ആൾക്കാർ ആദ്യം ഇതിക്കൂടെ x² + y². ഇനി x ഉള്ള ആള് 8x, y ഉള്ള ആള് 6y = 0. തന്നെയാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ആണോ അല്ലേ? കഴിഞ്ഞു. ശരി. ഇവിടെ ഇത് പല കുട്ടികളും ഡൗട്ടായിട്ട് ചോദിച്ചതാണ്. ഒരു കുട്ടി ഡൗട്ടായിട്ട് വിട്ടുന്നതാണ്. അപ്പൊ ഡൗട്ട് ക്ലിയറൻസിൽ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കും. സോ മക്കളെ പിന്നെയും പറയാണ്, വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ. സോ ഫസ്റ്റ് ടൈം 1/3 ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണോ ചോദിച്ചാൽ നിങ്ങൾ ചിന്തിക്കാൻ തന്നെ വേണ്ടി വരും. 1/6 ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്ത് യൂസ്ഡ് ആവാൻ വേണ്ടി വരും. ഇതിലുള്ള എല്ലാ നാച്ചുറൽ നമ്പർ ഇതിലുണ്ട് നൽകാം. നാച്ചുറൽ നമ്പർ എണ്ണൽ സംഖ്യ 1 2 3 ഈ സീക്വൻസിൽ 1 2 3 പറഞ്ഞിട്ടുള്ള എണ്ണൽ സംഖ്യകൾ ഉണ്ടെന്ന് തെളിയിക്കണം. ഇത് ഫ്രാക്ഷണൽ നമ്പറിന്റെ സീക്വൻസ് വരിക. 1/3 2/3 പോലത്തെ അങ്ങനത്തെ വരിക. സോ നോക്കി നോക്കാം. സോ എന്തായാലും എങ്ങനെ എക്സിന് സീക്വന്റ് എന്താ ഇക്വേഷൻ? dn + f - d. ഇപ്പൊ d എന്താ? 1/6 n + 1/3 - 1/6 വരും f - d. സോ 1/6 n ഇതെങ്ങനെ ചെയ്യാം? ഇത് ക്രോസ് ചെയ്യാൻ അറിയില്ലേ? ഇവിടെ നിങ്ങോട്ട് ക്രോസ് ചെയ്യാം, ഇവിടെ നിങ്ങോട്ട് ക്രോസ് ചെയ്യാം, ഇവിടെ നിങ്ങോട്ട് ക്രോസ് അതറിയില്ലേ? സോ 1 × 6 6 മൈനസ് ഇങ്ങനെ ചെയ്യട്ടോ.
മറക്കരുത്. അത് 1 into 6 6 മൈനസ് 3 into 1 3 by 3 into 6 18 ഇങ്ങനെ എഴുതുക. സോ 1/6n പ്ലസ് 6 - 3 3/18 3/18 വെട്ടി ചെറുതാക്കി കൂടെ 3 18 3ന്റെ ഗുണനം പടിയില്ല 3 ഒരു 3 18 6 3. ദാറ്റ് മീൻസ് എക്സിന് എന്ത് കിട്ടുന്നത്? ഞാൻ 3 നീട്ടി വലിച്ചു പറയാൻ കാരണം ഒറ്റയടിക്ക് ചെയ്യാൻ വയ്ക്കായിട്ടൊന്നല്ല. ഇതിൽ പല ആൾക്കാർക്കും ഇത് ക്യാച്ച് ചെയ്യാൻ വയ്ക്കൂല എന്ന് കരുതിയിട്ടാണ്. 1/6n പ്ലസ് 1/6 എന്ന് വരും. ദാറ്റ് ഈസ് രണ്ടോടത്ത് 1/6 അപ്പൊ /6 കോമൺ ആക്കി ഇടുക. ഓക്കെ, ഇവിടെ എന്താ 1n അഥവാ n പ്ലസ് 1 അല്ലെ. സോ മേലെ n ആയിട്ട് എന്തൊക്കെ കൊടുത്താൽ നാച്ചുറൽ നമ്പേഴ്സ് വരും? എടാ ഇതൊരു ഫ്രാക്ഷൻ ഒഴിവാണെന്നുണ്ടെങ്കിൽ മേലുള്ള സംഖ്യ 6ന്റെ ഗുണന പട്ടികയിൽ വേണ്ടേ? ഇപ്പൊ ഇവിടെ ഒരു 60 ഒക്കെ വരികയാണെങ്കിൽ 60/6 10 അങ്ങനെ ഹരിക്കാൻ പറ്റുന്ന നമ്പർ വരണം. മേലെ 6ന്റെ ഗുണന പട്ടികയിലുള്ള ആൾക്കാർ വരണമെങ്കിൽ n ആയിട്ട് എന്തൊക്കെ കൊടുക്കണം പറയാൻ പറ്റുമോ? ഞാൻ പറയട്ടെ. n ആയിട്ട് 5 കൊടുത്താൽ എന്താ സംഭവിക്കാം? ഇവിടെ എന്നിന്റെ ഒരു 5 അപ്പൊ 5ക്ക് 1 കൂട്ടിയാ 6 6/6 1 ആണോ അല്ലേ? അപ്പൊ ഇനി n ആയിട്ട് ഏത് കൊടുക്കണം? ആ മേലെ എന്ത് വരണം? 6ന്റെ അടുത്ത ഗുണന പട്ടികയിലുള്ള ആളെ 12 വരണമെന്നുണ്ടെങ്കിൽ n എന്ത് കൊടുക്കണം? 11 കൊടുത്താൽ മതി. 11 പ്ലസ് 1 12/6. സോ മേലെ എപ്പോഴും ഇത് നാച്ചുറൽ നമ്പർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ n is equal to 5 11. അതൊരു സീക്വൻസാ. 6 ഇങ്ങനെ കൂട്ടി സോ 17. ഇതിങ്ങനെ കൊടുത്തു നോക്കി. n is equal to 5 കൊടുത്തു നോക്കി. n is equal to 5 x 5 is equal to 5 plus 1/6 that is equal to 6/6 that is equal to 1. ഇനി n is equal to 11 കൊടുത്തു നോക്കി. x 11 is equal to 11 plus 1/6 that is 12/6 that is equal to 2. ഇനി n is equal to 17 കൊടുത്തു നോക്കി. അങ്ങനെ കൊടുത്തു പോയി കഴിഞ്ഞാൽ ഈ സീക്വൻസിൽ എന്തൊക്കെ ഉണ്ടാവും? 1 2 3 എന്ന് പറഞ്ഞിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ് എല്ലാം കണ്ടെയ്ൻ ചെയ്യുന്നതാണ്. സോ ദെൻ ഒരു ആൽജിബ്രായിക് ഫോം ആണ്. x is equal to 2n plus 7. എല്ലാവർക്കും അറിയാവുന്ന പ്രതീക്ഷിക്കും. d എന്താ വരിക? 2 ആണ്. f എന്താ വരിക? n പൊത്തി പിടിച്ചാൽ മതി. 2 plus 7 9 വരും. ആണോ അല്ലേ? സോ വാട്ട് ഈസ് ദ ആൽജിബ്രായിക് ഫോം ഓഫ് സമ്മിന്റെ ആൽജിബ്രായിക് ഫോം കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ d കണ്ടുപിടിച്ചാൽ പോലെ d/2 ആണ്. d/2 2ന്റെ പോതി 1 അല്ലേ വരിക. ഇനി f എന്താ പറഞ്ഞ 9 അല്ലെ. ഈ സാധനമാണ് സമ്മിന്റെ ആൽജിബ്രായിക് ഫോം കിട്ടാൻ വേണ്ടി. സമ്മിന്റെ ഇക്വേഷൻ എന്താ? d/2 n² പ്ലസ് f മൈനസ് d/2 സമ്മിന്റെ ഇക്വേഷൻ വരുമ്പോൾ പിന്നെ എന്ത് കണ്ടുപിടിച്ചേണ്ട ആവശ്യമില്ല. d നോക്കേണ്ട ആവശ്യമില്ല. ഡിന്റെ പോതി 1n² പ്ലസ് 9 മൈനസ് 1 ഇൻറ്റു n. സോ n² പ്ലസ് 8n എന്ന് വരും സമ്മിന്റെ ഇക്വേഷൻ. ആണോ അല്ലേ? സോ ഇതാണ് സമ്മിന്റെ ആൽജിബ്രായിക് ഫോം. പ്രൂവ് ദാറ്റ് 16 ഇതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോൺസിക്യൂട്ടീവ് ടേംസിന്റെ സമ്മിലേക്ക് 16 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടും തെളിയിക്കണം. ഭയങ്കര സിമ്പിൾ. സമ്മിലേക്ക് 16 ആഡ് ചെയ്താൽ എന്താ സംഭവിക്കുക? ഇവിടെ ഓൾറെഡി സമ്മിന്റെ ഇക്വേഷൻ ഉണ്ട് n² പ്ലസ് 8n. ഇതിലേക്ക് 16 ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ കാര്യം ചെയ്യട്ടെ. n² പ്ലസ് 8n പ്ലസ് 16 എന്ന് പറഞ്ഞാൽ 4ന്റെ സ്ക്വയർ അല്ലേ? എടാ നിങ്ങൾ ഇവിടെ കണ്ടിട്ടില്ല? ഇതിന്റെ സ്ക്വയർ കംപ്ലീഷൻ ഒക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇത് ആരുടെ എക്സ്പാൻഷൻ ആണെന്നുള്ളത്. n പ്ലസ് 4 ഹോൾ സ്ക്വയർ. നിങ്ങൾ n പ്ലസ് 4 ഹോൾ സ്ക്വയർ എങ്ങനെ പൊട്ടിച്ചാൽ ആലോചിച്ചാൽ മതി. എന്നിന്റെ സ്ക്വയർ ആദ്യം എന്നിന്റെ സ്ക്വയർ ഇവിടെ ഇടും, 4ന്റെ സ്ക്വയർ അവിടെ ഇടും. എന്നിട്ട് ഇവിടെ ഡിയിലുള്ള ആളിനെ നമ്മൾ കൺഫ്യൂഷൻ ആക്കുക. സോ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള സെന്ററിൽ കിട്ടണമെന്ന് എല്ലാവരും ഗുണിക്കുക. 2 into n into 4 അഥവാ 8n ആണോ അല്ലേ? സോ നമ്മുടെ സ്ക്വയർ കംപ്ലീഷൻ അങ്ങനെ തന്നെയല്ലേ ചെയ്യുക. 8ന്റെ പകുതി 4 അതിന്റെ സ്ക്വയർ ദാറ്റ് ഈസ് n പ്ലസ് 4 ഹോൾ സ്ക്വയർ. സോ മനസ്സിലാക്കേണ്ട കാര്യം n പ്ലസ് 4 ഹോൾ സ്ക്വയർ കിട്ടി. സോ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് അല്ലേ? ഇപ്പൊ എന്നിന് 10 കൊടുത്ത് നോക്കി. 10 പ്ലസ് 4 എന്നിന്റെ വരെ 10 കൊടുത്താൽ 10 പ്ലസ് 4 14 ഹോൾ സ്ക്വയർ 196 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആ. ഇനി എന്നിന്റെ 2 ഇട്ട് കൊടുത്ത 2 പ്ലസ് 4 6 6ന്റെ സ്ക്വയർ 36 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആ. അപ്പൊ ഇതിന്റെ സമ്മിലേക്ക് 16 കൂട്ടി ഒരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടും. എന്റെ സ്ക്വയർ കംപ്ലീഷൻ ഒക്കെ പൊട്ടിച്ചാൽ വരുത്തന്നെ കേട്ടോ. സോ ഇവിടെ ശ്രദ്ധിക്കുക. പ്രൂവ് ദാറ്റ് ഇൻ എനി സ്ക്വയർ പിരമിഡ് ഇത് സോളിഡ്സ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു സ്ക്വയർ പിരമിഡിലുള്ള ഹൈറ്റിന്റെ സ്ക്വയർ, സ്ലാൻഡ് ഹൈറ്റിന്റെ സ്ക്വയർ, ലാറ്ററൽ എഡ്ജിന്റെ സ്ക്വയർ അഥവാ ഉയരം, ചെരിവുയരം, പാർശ്വക്ക് ഇതിന്റെയൊക്കെ സ്ക്വയേഴ്സ്. അപ്പൊ ഇത്രേ ഉള്ളൂ. അതിന് ഇല എന്ന് പറഞ്ഞ ഇക്വേഷൻ പഠിച്ചിട്ടില്ലെങ്കിൽ ഇല ഇത് അറിഞ്ഞാൽ മതി. ല എന്ന് പറഞ്ഞാൽ എന്താ? l² ഈക്വൽ ടു h² പ്ലസ് a/2 ഹോൾ സ്ക്വയർ. ഈ ഇല എന്ന് പറഞ്ഞാൽ എന്താ? e² ഈക്വൽ ടു l² പ്ലസ് a/2 ഹോൾ സ്ക്വയർ. ഒരു കാര്യം ഞാൻ പറയട്ടെ. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ. h² എഴുതി. h² l² എത്തണമെങ്കിൽ എന്ത് കൂട്ടണം? അതേപോലെ l² e² എത്തണമെങ്കിൽ എന്ത് കൂട്ടണം എന്ന് ആലോചിച്ച് നോക്കി. h² നിന്ന് l² എത്താൻ നമ്മളിവിടെ പറഞ്ഞില്ലേ h² എന്ത് കൂട്ടിയാലാണ് l² കിട്ടുക എന്നാലോചിച്ച് നോക്കി. h² a/2ന്റെ സ്ക്വയർ കൂട്ടിയപ്പോഴല്ലേ നമുക്ക് l² കിട്ടി. ദാറ്റ് ഈസ് h² എന്ത് കൂട്ടണം? a/2 ഹോൾ സ്ക്വയർ കൂട്ടണം. ഇനി l² എന്ത് കൂട്ടിയാലേ e² കിട്ടുക. l² ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് അറിയാം. l² നിങ്ങൾക്ക് ഇവിടെ ഉണ്ടെന്ന് അറിയാം. l² ഇവിടെ ഉണ്ടെന്ന് അറിയാം. l² എന്ത് കൂട്ടിയപ്പോഴാണ് e² കിട്ടിയത്? സോ l² a/2ന്റെ സ്ക്വയർ കൂട്ടിയപ്പോഴല്ലേ e² കിട്ടിയത്. സോ ദാറ്റ് മീൻസ് l² വീണ്ടും a/2ന്റെ സ്ക്വയർ കൂട്ടി ആണോ അല്ലേ? സോ ഒരേ നമ്പർ കൂട്ടണം കൊണ്ട് ഇത് ഇവിടുത്തെ എന്താണ്? കോമൺ ഡിഫറൻസ് ആണ്.
കേട്ടോ. അപ്പൊ ഒരു കോമൺ ഡിഫറൻസ് ഉള്ള സീക്വൻസ് അല്ലേ. എച്ച് സ്ക്വയർ പ്ലസ് എ ബൈ ടു ഹോൾ സ്ക്വയർ ആണെന്ത് എൽ സ്ക്വയർ അല്ലെ. എൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എച്ച് സ്ക്വയർ പ്ലസ് എ ബൈ ടു ഹോൾ സ്ക്വയർ. ഇനി എൽ സ്ക്വയർ പ്ലസ് എ ബൈ ടു ഹോൾ സ്ക്വയർ ആണെന്ത് ഈ സ്ക്വയർ ഉണ്ടോ. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. സോ ദെൻ ഇനി പ്രൂവ് ദാറ്റ് ഇതാ ഇതും കൂടി തെളിയിച്ച ഏകദേശം നമ്മുടെ പ്രൂഫ് ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞു. പി ടിക്ക് ഇതാ എടാ ഇങ്ങനെ പറഞ്ഞുതരാം. ഇത് റേഡിയസ് അല്ലേ. ഇത് എക്സ് ആണെങ്കിൽ ഇതെന്താ വരിക എക്സിനല്ലേ വരിക അല്ലെ. ഇനി ഈ ബി ഇതെന്താ വരിക 180 മൈനസ് 2x അല്ലേ. കാരണം അവിടെ ഒരു ട്രയാങ്കിൾ അല്ലേ. ഒരു ട്രയാങ്കിളത്തെ 3 ആംഗിളും കൂടി കൂട്ടിയ 180 അല്ലേ. ഇപ്പൊ എക്സും 2x പോയി 180 2x പോയി. ബാക്കിയുള്ളതായിരിക്കും ഇവിടെ വരിക ആണോ അല്ലേ. സോ ഇവിടെ എന്താ വരിക നമുക്കറിയാമെന്ന് പ്രതീക്ഷിക്കണു. ഇത് റേഡിയസ് ആണ്, ഇത് ടാൻജന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ റേഡിയസും ടാൻജന്റും ഉള്ളത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ചക്രീയ ചതുർഭുജായിരിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കണം. റേഡിയസ് ടാൻജന്റ് തമ്മിൽ 90. അപ്പൊ ഇത് രണ്ടും കൂട്ടിയാൽ 180 ആണെങ്കിൽ ഇത് രണ്ടും കൂട്ടിയാലും 180 കിട്ടണം. സോ ഇത് 180 മൈനസ് 2x ആണെങ്കിൽ ഇവിടെ എന്ത് വരും 180 മൈനസ് 2x സപ്ലിമെന്ററി ആംഗിൾ എന്താ. അവിടെ 180 മൈനസ് 2x വരണമെന്നുണ്ടെങ്കിൽ അതിന്റെ സപ്ലിമെന്ററി ആംഗിൾ എന്ത് വരണടാ ഒന്ന് ആലോചിച്ച് നോക്കി. 180 മൈനസ് 2x ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് വരണം അതിന്റെ സപ്ലിമെന്ററി ആംഗിൾ 180 എന്ന് കുറച്ചാൽ മതി. 180 മൈനസ് 2x എന്താ സംഭവിക്കുക പറഞ്ഞാണേ. 180 എന്ന് പറഞ്ഞാൽ മൈനസ് 2x ആണ് പ്ലസ് 2x. സോ 180 പോയാൽ 0. അപ്പൊ ഇവിടെ എന്ത് കിട്ടും 2x എന്ന് കിട്ടും. സോ മനസ്സിലാക്കേണ്ട കാര്യം ആംഗിൾ പി ടി ക്യൂ is equal to ആംഗിൾ 2 into ആംഗിൾ ഒ പി ക്യൂ എന്നാ പറഞ്ഞത് ആണോ നോക്കാം. ആംഗിൾ പി ടി ക്യൂ എന്താ വരിക ആംഗിൾ പി ടി ക്യൂ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ക്വസ്റ്റ്യൻ നോക്കി. ആംഗിൾ പി ടി ക്യൂ 2x. ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് എന്താ വരുന്നത് റൈറ്റ് സൈഡ് 2 into ആംഗിൾ ഒ പി ക്യൂ എന്താ എക്സ് അല്ലേ. സോ 2x. അപ്പൊ എന്തൊക്കെ സെയിം ആണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് പ്രൂഫ് കറക്റ്റ് ആണ്. ക്വസ്റ്റ്യൻ തന്നെ എഴുതിയേക്കാം. ഓ ഇതുണ്ട് അല്ലെ. ഇതാരട്ട് ചിലപ്പോ ഇതങ്ങനെ വന്നാലും. സോ ഇതിൽ ആംഗിൾസ് കണ്ടുപിടിച്ചാനൊക്കെ ഉണ്ട്. ഭയങ്കര സിമ്പിൾ. ആംഗിൾസ് കണ്ടുപിടിച്ചാണെങ്കിൽ ഇതൊരു ലീനിയർ പെയർ ആണ്. സോ ഇതെന്താ വരിക 130 ആണോ അല്ലേ. അപ്പൊ ഇവിടെ എന്താ വരിക എടാ ഇത് ഇവിടെ ഒരു കോഡ് വരച്ചത് മൈനർ സെഗ്മെന്റും ഇത് മേജർ സെഗ്മെന്റും അല്ലേ. മൈനർ സെഗ്മെന്റ് ഇത് മേജർ സെഗ്മെന്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആണ്. ഓപ്പോസിറ്റ് സെഗ്മെന്റ് അപ്പൊ ഇത് 50 സപ്ലിമെന്ററി ആംഗിൾ. അപ്പൊ ഇതും തന്നെയാണ് 50 തന്നെയാണ്. കാരണം ഇത് രണ്ടും തുടങ്ങണത് എയിൽ തുടങ്ങി സിയിൽ അവസാനിക്കുന്ന ആംഗിൾസ് ആണ് കേട്ടോ. ഒരേ ഡയറക്ഷനിലേക്കാണ്. സോ ദെൻ 50. ഇനി എന്താ ചോദിച്ചിരിക്കണേ AOC ചോദിച്ചിട്ടുള്ളേ. AOC എന്താ വരിക അവിടെ 50 ആണെങ്കിൽ ഇവിടെ 100 വരണ്ടേ 100. ഇനി EC കിട്ടിക്കണല്ലോ. ABC കിട്ടിക്കണല്ലോ. ADP എന്താ വരിക ഇതൊക്കെ സിമ്പിൾ സാധനം. ഇതെന്താ വരിക ഇതിന്റെ സപ്ലിമെന്ററി വരിക 130 ആണോ അല്ലേ. സോ ഇത് അതേപോലെ തന്നെ 130 വരിക. അപ്പൊ ADP കിട്ടി 130. അങ്ങനെയാണ് ആംഗിൾസ് കണ്ടുപിടിക്കുക. എന്താ പ്രൂവ് ദാറ്റ് ആംഗിൾ APC പ്ലസ് ആംഗിൾ AQC ഈക്വൽ ടു ആംഗിൾ AOC. സോ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നിങ്ങൾക്ക് ചിന്തിച്ചാൽ കിട്ടുമോ എന്നുള്ളതാണ്. എന്താ ട്രൈ ചെയ്യാം നോക്കാം. ഇത് 2x ആണെന്ന് കരുതിക്കോ. ഇവിടെയും എന്താ വരിക അതിന്റെ പകുതിയല്ലേ വരിക മേജർ സെഗ്മെന്റ് ആംഗിൾ 2xന്റെ വരിക എക്സും വരും. ഇത് എക്സ് ആണെങ്കിൽ ഇതെന്താ വരിക ഒരു ലൈൻ അല്ലേ. ഒരു ലൈനമത്തെ ആംഗിൾ സപ്ലിമെന്ററി അല്ലേ 180 മൈനസ് എക്സ്. ഇതും എന്താ വരിക 180 മൈനസ് എക്സ് ആണോ അല്ലേ. ഇനി ഓക്കെ ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി നോക്കിട്ടോ ശ്രദ്ധിച്ചു കേട്ടോ. ഇവിടെ ഒരു ക്വാഡ്രിലാറ്ററൽ ഉണ്ട്. ഞങ്ങള് ഈ ക്വാഡ്രിലാറ്ററൽ ഉണ്ടോ ഏതൊരു 4 സൈഡുള്ള ഷേപ്പിന്റെയും ടോട്ടൽ ആംഗിൾസ് എത്രയുടെ വരിക ടോട്ടൽ 360 അല്ലേ വരിക. ഇതിലിപ്പോ ഈ 2 ആംഗിൾ 180 മൈനസ് എക്സ് വന്നു. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ഈ 2 ആംഗിൾ കൂട്ടി എന്താ വരിക ഈ ഒരു ആംഗിളും കൂട്ടി എന്താ വരിക. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ടോട്ടലുള്ള 360യിൽ നിന്ന് എന്തൊക്കെ കുറക്കണം. ഈ 2 180 മൈനസ് എക്സും കുറക്കണ്ടേ. ഈ 2 180 മൈനസ് എക്സും കുറക്കണ്ടേ. 2 180 മൈനസ് എക്സ് എന്താ വരിക പറഞ്ഞാണേ
360 മൈനസ് 180 എന്ന് പറയുമ്പോൾ 360 മൈനസ് 2x. ഇത് ബ്രാക്കറ്റ് ആണ് കേട്ടോ, അത് വേറെ ആളാണ്. സോ 360 മൈനസ് നോക്കുക, 360 മൈനസ് ഇൻറ്റു 360 മൈനസ് 360 മൈനസ് ഇൻറ്റു മൈനസ് 2x പ്ലസ് 2x. 360 360 പോയി കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരുവാടാ? 2x എന്ന് വരില്ലേ? ഏതാണ് ആംഗിൾ EQDയും ആംഗിൾ ഈ ആംഗിളിന്റെ പേരെന്താ? ആംഗിൾ APCയും കൂട്ടിയപ്പോഴാണ് എന്ത് കിട്ടിയത്? ഈ സാധനം കിട്ടിയത്, മറക്കണ്ട. സോ ആംഗിൾ EQD നോക്കിക്കോട്ടോ. ആംഗിൾ EQD പ്ലസ് ആംഗിൾ APC ആണ് 2x. എടാ ആംഗിൾ EQD തന്നെ അല്ലേ? എടാ ആംഗിൾ EQD എന്ന ഈ ആംഗിൾ ആണ്, ഈ ആംഗിൾ തന്നെയല്ലേ ഇതിന്റെ നേരെ അപ്പുറത്തുള്ള ഈ ഒരു ആംഗിളും. സോ ആംഗിൾ EQD വരച്ച ആംഗിളിന്റെ പേര് എഴുതാം, ആംഗിൾ AQC പ്ലസ് ആംഗിൾ APC ഈക്വൽ ടു 2x. ആണോ അല്ലേ? കിട്ടിയില്ലേ? സോ ആംഗിൾ AQC പ്ലസ് ആംഗിൾ APC ഈക്വൽ ടു, എടാ 2x നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിക്കണോ? 2x അല്ലേ ഇവിടെ? ആ ആംഗിളിന്റെ പേരെന്താ? ആംഗിൾ AOC. ഇതന്നെയല്ലേ നിങ്ങളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കണ അല്ലെ? ആംഗിൾ APC ആംഗിൾ AQC രണ്ടും കൂടി കൂട്ടിയപ്പോൾ ആംഗിൾ AOC. സോ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇത്രയും പ്രൂഫുകൾ പഠിച്ചാൽ ഏകദേശം 10-20ഓളം പ്രൂഫുകൾ ഞാൻ പറഞ്ഞു. നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കുറേയധികം പ്രൂഫുകളിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് ഈ പ്രൂഫുകളിൽ പറഞ്ഞ കണ്ടന്റുകൾ ഓർത്ത് വെച്ചിരുന്നു. ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മിക്കവാറും എക്സാമിന് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. മോഡൽ എക്സാമിന് നമ്മൾ 8ഓളം പ്രൂഫ് മാത്രം ഡിസ്കസ് ചെയ്തത് 3 പ്രൂഫ് എക്സാമിന് വന്നിനി. ഈ എക്സാമിന് 20 പ്രൂഫ് എന്തിനു വെച്ചാൽ ഒരു കാരണവശാലും മിസ്സായി പോയത് എഴുതിയിട്ട് മിസ്സാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അടിപൊളിയായിട്ട് ഇതാക്കുക. സോ മാക്സിമം നല്ല ക്വസ്റ്റ്യൻസ് ആണ് പ്രൂഫ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. സോ താങ്ക് യു.